കാലം കടഞ്ഞെടുത്തു നമുക്ക് തിരിച്ചു തന്ന വൈദിക സ്ത്രീ പാരമ്പര്യം എന്ന് പറയുന്നത് സ്ത്രീ രൂപപ്പെടേണ്ടത് തൻ്റെ ആത്മവിശ്വാസം കൊണ്ടാണ്. അഗ്നിയിൽ നിന്നുത്ഭവിച്ചവൾ, യാജ്ഞസേനി, യജ്ഞത്തിൻ്റെ അഗ്നിയിൽ നിന്നുത്ഭവിച്ചവൾ. പ്രകൃതിയും മണ്ണും സ്ത്രീയും എക്കാലത്തും സംരക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഒരു രാജ്യത്തിൻ്റെ നേതൃത്വം, ഒരു സമൂഹത്തിൻ്റെ നേതൃത്വം ഒരു സ്ത്രീയുടെ കൈകളിലേക്ക് വന്നാൽ നമ്മൾ പവർ എന്ന് പറയുന്ന ഒരു ആശയമുണ്ട്. അത് ആധുനിക സമൂഹം, ആധുനിക ചിന്തകൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നതാണ്. ഭാഗവതാദി പുരാണങ്ങളും മഹാഭാരതവും രാമായണവും ഒക്കെയാണ് നമ്മളെപ്പോലുള്ള സാമാന്യ ജനങ്ങൾക്ക് കുറച്ചുകൂടി ലളിതമായത്. ഗുരുക്കന്മാരെപ്പോഴും പറയാറുണ്ട്, നമ്മളൊരു കെട്ടിടം നിർമ്മിക്കുന്ന ഒരാളെ നമ്മളുടെ വീട് പണിയണമെന്ന് ആഗ്രഹിച്ച് ഒരു പ്ലാൻ വരയ്ക്കാൻ കൊടുത്തു. അയാളൊരു പ്ലാൻ വരച്ചു തരും. നമുക്ക് വലിയ കാര്യമായിട്ടൊന്നും മനസ്സിലാവില്ല ആ പ്ലാനിൽ നോക്കിയാൽ. കുറേ വരകൾ അങ്ങോട്ടുണ്ടാവും. ഇത് നമ്മുടെ ബെഡ്റൂം ആണെന്ന് നമുക്ക് സങ്കല്പിക്കാം, ഇത് നമ്മുടെ ലിവിങ് റൂം ആണെന്ന് വിചാരിക്കാം, ഇത് നമ്മുടെ അടുക്കള ആയിരിക്കുമെന്ന് വിചാരിക്കാം. വരകളും കണക്കുകളും ഇവിടെ നിന്ന് ഇത്ര മീറ്റർ ഉണ്ട്, ഇവിടെ നിന്ന് ഇത്ര മീറ്റർ ഉണ്ട് എന്നൊക്കെ അടയാളപ്പെടുത്തിയ ഒരു പ്ലാൻ കണ്ടാൽ നമ്മൾ മോഹിച്ചു പണിയാൻ പോകുന്ന നമ്മുടെ വീടിൻ്റെ ഒരു ഭാവം എങ്ങനെയായിരിക്കും, നമ്മുടെ വീട് പണിത് കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് വലിയ കാര്യമായിട്ട് മനസ്സിലാവില്ല. അതുകൊണ്ട് ഈ ബ്ലൂ പ്രിൻ്റുകൾ ഉണ്ടാക്കുന്ന, അതിൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കി വെക്കുന്ന ഒരു രീതി നമ്മൾ കണ്ടിട്ടുണ്ട്. മോഡൽ ഉണ്ടാക്കി വെക്കുമ്പോൾ നമ്മുടെ വീടിൻ്റെ എല്ലാ മുറികളും ഒക്കെ നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ ഒരു മിനിയേച്ചർ ഫോം മനസ്സിലാവും. ഇതുപോലെയായിരുന്നു വേദങ്ങളിൽ ഭാരതത്തിൻ്റെ ജീവിത ദർശനം എന്താണ്, ഭാരതം എന്താണ്, കാലങ്ങളായി സ്വരൂപിച്ച നമ്മുടെ ജീവിതത്തിൻ്റെ ദർശനം എന്താണ് എന്ന് കൃത്യമായി രേഖപ്പെടുത്തി വച്ച ആർഷജ്ഞാന സംഹിതകളാണ് വേദങ്ങൾ. അതുകൊണ്ട് തന്നെ ഭാരതീയനോട് നമ്മളോടെല്ലാവരും എപ്പോഴും പറയാറുണ്ട്, ലോകത്തിൻ്റെ മറ്റ് ദാർശനിക ചിന്തകളുള്ള മറ്റു മതങ്ങൾക്കൊക്കെ അവരുടെ കൃതികൾ എന്താണ്, നിങ്ങളുടെ മതത്തിൻ്റെ കൃതി എന്താണ് എന്ന് ചോദിച്ചാൽ വളരെ എളുപ്പമായിട്ട് ഉത്തരം പറയാം. ബൈബിളെന്നോ ഖുറാനെന്നോ ഒക്കെ ഉത്തരം പറയാം. പക്ഷെ ഒരു ഭാരതീയനോട്, ഒരു സനാതന ധർമ്മവിശ്വാസിയോട് നിങ്ങളുടെ അടിസ്ഥാന കൃതികൾ എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മൾ പ്രവേശിക്കുന്നത് ഒരു ചെറിയ എന്താ പറയുക, ഇത് തമ്മിലുള്ള വ്യത്യാസം ഒരുപക്ഷെ പാശ്ചാത്യ സെമിറ്റിക് മതങ്ങളും ഭാരതീയ സമ്പ്രദായവും തമ്മിലുള്ള വ്യത്യാസം ഒരു വെട്ടിയൊതുക്കി ഭംഗിയാക്കി ക്രമീകരിച്ച് വെച്ച ഒരു പൂന്തോട്ടവും ഒരു വനവും തമ്മിലുള്ള വ്യത്യാസമാണ്. ഒരു പൂന്തോട്ടത്തിൽ നമുക്കറിയാം ഇത്രയൊക്കെ ചെടികളുള്ളൂ, അത് പരിപാലിച്ച് ഭംഗിയാക്കി മറ്റു ജീവികളൊന്നും ഭക്ഷിക്കാതെ എന്നും വെള്ളമൊഴിച്ച് കൃത്യമായി വളർത്തിക്കൊണ്ടുവരും അതിനെ. ഇങ്ങനെയാണ് പലപ്പോഴും സെമിറ്റിക് മതങ്ങൾ. എളുപ്പമാണ് നമുക്ക് സമീപിക്കാനായിട്ട്, വളരെ ലളിതമായിരിക്കും. ഒരു ഈശ്വരനുണ്ടാവും, ആ ഈശ്വരനെ നമുക്കൊക്കെ അപ്രാപ്യനായ അങ്ങകലെ മേഘങ്ങൾക്കപ്പുറത്ത് നമ്മെ പ്രീതിപ്പെടുത്തുന്നവർക്ക് സൗജന്യം ചൊരിയുന്ന ചക്രവർത്തി തുല്യനായ ഒരു ഈശ്വരനുണ്ടാകും. ആ ഈശ്വരനെ പ്രീതിപ്പെടുത്തുന്നവർക്കൊക്കെ ഈശ്വരൻ അനുഗ്രഹങ്ങൾ ചൊരിയും. ആ ഈശ്വരനോട് എതിര് നിൽക്കുന്നവരെ, അവിശ്വാസിയെ ശിക്ഷിക്കുന്ന നിഗ്രഹ അനുഗ്രഹ ശക്തിയുള്ള ഒരു ഈശ്വരനുണ്ടാവും, ഭക്തന്മാരുണ്ടാവും, വിശ്വാസമുണ്ടാവും, അതിലേക്ക് പ്രവേശിക്കാനുള്ള ലളിതമായ മാർഗങ്ങളുണ്ടാകും. പക്ഷേ ഭാരതത്തിൻ്റെ ചിന്താപദ്ധതിയിൽ അങ്ങനെയാണോ? നമുക്ക് മതമെന്ന സങ്കല്പം വിശാലമായ അർത്ഥത്തിലാണ്, സനാതനധർമ്മം എന്ന വിശാലമായ അർത്ഥത്തിലാണ് ഭാരതീയൻ്റെ സങ്കല്പം ഇരിക്കുന്നത്. അപ്പോൾ വെട്ടിയൊതുക്കി ഭംഗിയാക്കി രസകരമായി കാഴ്ച കാണാൻ വേണ്ടി സൂക്ഷിച്ചിരിക്കുന്ന ഒരു കൃത്രിമമായ നിർമ്മിതിയല്ല ഭാരതീയനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിത ദർശനം പകരുന്ന സനാതനധർമ്മം. അതൊരു മഹാവനമാണ്. അവിടെ വൻവൃക്ഷങ്ങളുണ്ടാകാം, അവിടെ നിത്യഹരിതമായ വനങ്ങളുണ്ടാകാം, അവിടെ അതിൻ്റെ തണലിൽ ചെറിയ ചെറിയ ചെടികളുണ്ടാകാം, വലിയ മൃഗങ്ങളുണ്ടാകാം, ചിലപ്പോൾ ചിലതൊക്കെ തിന്ന് നശിപ്പിക്കാം, സംരക്ഷിച്ചു വെക്കുന്നില്ല. ഇതുപോലെ കാലത്തെ അതിജീവിക്കാൻ സാധിക്കാത്തതിനെയൊക്കെ പ്രകൃതി തന്നെ, കാലം തന്നെ നിഷ്കാസനം ചെയ്തേക്കാം. വലിയ ജീവികളുണ്ടാകാം, ചെറിയ ജീവികളുണ്ടാകാം, തരുക്കളുണ്ടാകാം, പക്ഷികളുണ്ടാകാം, മൃഗങ്ങളുണ്ടാകാം, അതിനുള്ളിൽ തപോവനങ്ങളുണ്ടാകാം, ആശ്രമങ്ങളുണ്ടാകാം, ശാന്തിയുടെ കേന്ദ്രങ്ങളുണ്ടാകാം. അങ്ങനെ ഒരു മഹാവൃക്ഷമാണ്
ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സനാതനധർമ്മം എന്ന് പറയുന്നത്. ഒരു വൃക്ഷത്തിന് ഒരു പൂന്തോട്ടത്തെ ഉൾക്കൊള്ളാൻ ഒരു വനത്തിനൊരു പൂന്തോട്ടത്തെ ഉൾക്കൊള്ളാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഒരു വലിയ പാത്രത്തിൽ ഒരു ചെറിയ നാഴി കൊള്ളാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അതുകൊണ്ട് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും വന്ന വിശ്വാസികളെ ഭാരതത്തിലേക്ക് സ്വാഗതം ചെയ്യാൻ നമുക്ക് സാധിച്ചത് നമ്മളുടെ ഈശ്വര സങ്കല്പം വേദങ്ങളിൽ നിന്ന് ഉത്ഭവിച്ച ഈശ്വര സങ്കല്പമായതുകൊണ്ടാണ്. ഏകം സദ്വിപ്രാ ബഹുധാ വദന്തി എന്ന അടിസ്ഥാന തത്വത്തിലാണ് ഭാരതത്തിൻ്റെ ഈശ്വര സങ്കല്പം രൂപപ്പെട്ടത്. നമ്മുടെ ഒരു കുട്ടിയോട് പോലും, ഇവിടെ ജനിച്ചു വളർന്ന ഇവിടുത്തെ സംസ്കാരം അനുസരിച്ച് നമ്മുടെ അമ്മമാർ വളർത്തിക്കൊണ്ടുവന്ന ഒരു കുട്ടിയോട് നമ്മൾ ഒരിക്കലും അകലെയിരിക്കുന്ന നിന്നെ ശിക്ഷിക്കുന്ന ആളാണ് ഈശ്വരൻ എന്നല്ല പറഞ്ഞു കൊടുത്തത്. നീ അനുസരണക്കേട് കാണിച്ചാൽ ശിക്ഷിക്കുന്ന ആളാണ് ഈശ്വരൻ എന്നല്ല പറഞ്ഞു കൊടുത്തത്. നമ്മൾ പറഞ്ഞു കൊടുത്തത്, നമ്മൾ തൃപ്പൂണിത്തുറക്കാരൊരു കഥ പറയാറില്ലേ, ഒരു കറുത്ത കുഞ്ഞു ജീവി, ഒരു ചുവപ്പും കറുപ്പും നിറമുള്ള ഒരു ജീവിയെ കാണുമ്പോൾ പണ്ട് മുത്തശ്ശിമാരൊക്കെ നമുക്ക് പറഞ്ഞു തരുമായിരുന്നു, അതിനെ ഉപദ്രവിക്കല്ലേ, അത് പൂർണ്ണത്രയീശനെ എണ്ണ കൊണ്ടുപോകണതാണ് എന്ന് പറയും. എന്തൊരു സങ്കല്പധന്യതയാണത്. സുഗതകുമാര ടീച്ചറുടെ ഒരു കവിതയുണ്ട്. ഞാൻ വേദത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ആശയപരമായി നമ്മുടെ മനസ്സിനെ ഒന്ന് ഈ വിഷയത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതാണ്. സുഗതകുമാര ടീച്ചറുടെ ഒരു കവിതയുണ്ട്. ഭാരതത്തെ സൂചിപ്പിക്കുന്ന, ഭാരതത്തിൻ്റെ ഒരു വലിയ പശ്ചാത്തലം വിവരിക്കുന്ന ഒരു കവിതയാണ്. വെളുവിളയുയർന്ന കൈലാസ ശിഖരം, കാൽക്കൽ നവനീലദർപ്പണം പോൽ തടാകം, അതിനു തിരുനാമമോ മാനസം, നിഴലിപ്പിതിൽ വെള്ളി പോലാ മഹാശിഖരം. മാനസ സരസിൽ പ്രതിബിംബിക്കുന്ന കൈലാസ ശിഖരത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഭാരതത്തിൻ്റെ കാവൽക്കാരനായിരുന്നു. ഇതിനെയാണ് ഭാരതീയർ പ്രപഞ്ചത്തെയാണ്, പ്രകൃതിയെയാണ് ഈശ്വരൻ എന്ന് കണ്ടത്. ഇതു ഞങ്ങൾ തൻ പുണ്യനാട്, തിങ്കൾ കീറു ജടമുടിയിൽ അൻപാർന്നണച്ച നാട്, ഇവിടുത്തെ ദേവിക്കു പേരന്നപൂർണയെന്ന്, ഇവിടെ ശ്മശാനത്തിൽ രുദ്രനൃത്തം, ഇവിടെ കരിങ്കല്ലു ശിവലിംഗം, ആലിലത്തളിരിലും കണ്ണന്നു തൊട്ടിലാട്ടം, ഇവിടുത്തെ വൃക്ഷങ്ങൾ ദേവതാത്മാക്കൾ, ഈ പടരുന്ന പുല്ലും പവിത്ര ജന്മം. ഇതായിരുന്നു ഭാരതത്തിൻ്റെ ഈശ്വര സങ്കല്പം. ഇതായിരുന്നു വേദങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന ഈശ്വര സങ്കല്പം. ഇവിടെ ഒരു ശിലയുണ്ടായിരുന്നില്ല. ശിലയിൽ ഈശ്വരഭാവം കാണുന്ന, തരുക്കളിലും പക്ഷികളിലും മൃഗങ്ങളിലുമൊക്കെ ഈശ്വരഭാവം കാണുന്ന, ഈ പ്രപഞ്ചത്തിലെ സമസ്ത ജീവരാശികളിലുമുള്ള ചൈതന്യത്തെ തിരിച്ചറിയുന്ന, അപ്പം നമുക്ക് പ്രപഞ്ചം മുഴുവനും ഈശ്വരനാണ്, പ്രപഞ്ചം മുഴുവൻ നമുക്ക് ആരാധ്യമാണ്. അപ്പോൾ ഒരു ഈശ്വരനെ എങ്ങനെ നമ്മൾ ദൂരെ കാണിച്ചു കൊടുക്കും? ശ്രീരാമകൃഷ്ണദേവനോട് വിവേകാനന്ദ സ്വാമികൾ ചോദിച്ചത് ഈശ്വരൻ എവിടെ, അങ്ങ് കണ്ടിട്ടുണ്ടോ എന്നാണ്. സാധനയുടെ ധന്യമായ മനസ്സുകൊടുകൂടിയിട്ട് രാമകൃഷ്ണദേവൻ മറുപടി പറഞ്ഞത്, നിന്നെ കാണുന്നത് പോലെ വ്യക്തമായി ഞാൻ കണ്ടിട്ടുണ്ട്. ഈ പ്രപഞ്ചത്തിലെ ഓരോ ജീവികളിലുമുള്ള സത്തിനെ, ചൈതന്യത്തെ. ഒരാലില കണ്ടാൽ ഭാരതീയന്റെ മനസ്സിലുണ്ടാകുന്ന സങ്കല്പം ആലിലത്തളിരിലും കണ്ണന്നു തൊട്ടിലാട്ടം എന്നായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു വിശാലമായ കാഴ്ചപ്പാടിലാണ് ഭാരതത്തിൻ്റെ ഈശ്വര സങ്കല്പം രൂപപ്പെട്ടത്. ഈ ഒരു സാംസ്കാരിക ധാരയിൽ നാം പറഞ്ഞു വന്ന വേദകാലം മുതൽ ഭാരതത്തിൻ്റെ ജീവിതങ്ങളെ ആർദ്രമാക്കി ഒഴുകുന്ന സാംസ്കാരിക ധാരയിൽ നിന്നുകൊണ്ട് ഒരു മഹാവനം പോലെയാണ് നമ്മുടെ സംസ്കാരം. കാലം ഇല്ലാതാക്കിയിട്ടുണ്ട്. കാലം ചില ചിന്തകളെ തച്ചുടച്ചിട്ടുണ്ട്. അത് കാലത്തിൻ്റെ അനിവാര്യതയായിരുന്നു. അങ്ങനെ ഭാരതത്തിൻ്റെ സനാതന ധർമ്മവൃക്ഷത്തിൻ്റെ തായ്വേര് എന്ന് പറയുന്നത്, ഭാരതീയനോട്, സനാതനധർമ്മവിശ്വാസിയോട് നിങ്ങളുടെ ആർഷപ്രമാണം എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്ക് ദർശനങ്ങളായി, ഇതിഹാസങ്ങളായി, വേദാംഗങ്ങളായി, പുരാണങ്ങളായി ഒക്കെ പടർന്നു കിടക്കുന്ന
ഭാരതത്തിൻ്റെ ആർഷജ്ഞാനത്തിൻ്റെ പ്രമാണങ്ങളെന്ന് പറയുന്നത് വേദചിന്തയിൽ നിന്നാണ് ഉത്ഭവിച്ചത്. അതുകൊണ്ട് തന്നെ ഈ സംസ്കാരത്തിന് യാതൊരു കോട്ടവും സംഭവിക്കാത്ത വിധം സുദൃഢമാണ് ആ ചിന്ത, യുക്തിഭദ്രമാണ് ആ ചിന്ത, കാലങ്ങളിൽ പുതുക്കിപ്പണിതിട്ടുള്ളതാണ് ആ ചിന്ത. അതൊരു കെട്ടിക്കിടക്കുന്ന തടാകം പോലെയല്ല, ഒരിക്കലും പരിഷ്കരിക്കാനാവാത്ത വിധം കെട്ടിക്കിടക്കുന്ന ഒരു തടാകം പോലെയല്ല. അത് ധാരാളം ശാഖകളും ഉപശാഖകളും കൈവഴികളും, പല കൈവഴികളും ചില സമയത്ത് വറ്റി വരണ്ട് പോയേക്കാം, പക്ഷെ മറ്റൊന്ന് സജീവമായി വന്നുകൊണ്ട് അതിനെ ആ കോട്ടത്തെ ഇല്ലാതാക്കുന്നു. അപ്പോൾ കൈവഴികളായി, ശാഖകളായി, ഉപശാഖകളായി പടർന്നു പന്തലിച്ചു നിൽക്കുന്ന ഒരു മഹാവൃക്ഷം പോലെ, ശാഖോപശാഖകളായി ജീവജലം കൊണ്ട് ഭാരതത്തെ മുഴുവനും ആർദ്രമാക്കിക്കൊണ്ടൊഴുകുന്ന ഒരു മഹാനദി പോലെ കാലങ്ങളിൽ പരിഷ്കരണത്തിൻ്റെ ശ്രമങ്ങൾ കൊണ്ട്, എന്നാൽ അടിസ്ഥാനപരമായ ആശയങ്ങളിൽ നിന്നും അണുവിട വ്യതിചലിക്കാതെ യുക്തിയുടെ ചിന്താപദ്ധതികൾ കൊണ്ട് രൂപപ്പെട്ടതാണ് ഭാരതത്തിൻ്റെ വൈദിക സംസ്കൃതിയുടെ ധാര എന്ന് പറയുന്നത്. ആ വൈദിക സംസ്കൃതിയുടെ ധാരയിൽ നിന്നാണ് സാധാരണക്കാർക്ക് വേണ്ടി ഇതിഹാസങ്ങളും പുരാണങ്ങളും, നമ്മൾ ബ്ലൂ പ്രിൻറ്റിൻ്റെയും ഒരു മോഡലിൻ്റെയും അതിൻ്റെ മറ്റേ പ്ലാനിൻ്റെയും കഥ പറഞ്ഞതുപോലെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് വേദമനുസരിച്ച് ഒരാൾ ജീവിക്കുക, വേദതത്വങ്ങളെ ജീവിതത്തിൽ പ്രായോഗികമായി ആക്കിക്കൊണ്ടൊരാൾ എങ്ങനെയാണ് ജീവിക്കുന്നത്. അപ്പോൾ വാൽമീകി പറഞ്ഞു, ശ്രീരാമനെ നോക്കൂ, വിഗ്രഹവാൻ ധർമ്മ. വേദതത്വം ധർമ്മമാണെങ്കിൽ, ധർമ്മമൂലമാണ് വേദങ്ങളെങ്കിൽ, ആ വേദങ്ങളിലെ ധർമ്മം എന്ന ആശയത്തെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന ഒരു മഹാപുരുഷനെ കാണിച്ചു തന്നു ശ്രീരാമൻ. എങ്ങനെ ജീവിക്കണമെന്ന് സംശയം തോന്നുമ്പോൾ മഹാജനോ ഏനഗത സപന്ഥ, മഹാത്മാക്കൾ പോയ വഴിയുണ്ട്, ആ മഹാത്മാക്കൾ പോയ വഴിയെ സഞ്ചരിച്ചാൽ എങ്ങനെ ജീവിക്കണം എന്ന സംശയത്തിന് ഉത്തരം കിട്ടും. ശ്രീരാമൻ്റെ ജീവിതം മഹാഭാരതത്തിലേക്ക് വന്നാൽ മഹാഭാരതത്തിലെ പാണ്ഡവരുടെ ജീവിതം, അതിനൊക്കെ തൈവേരായി നിന്നുകൊണ്ട് എപ്പോഴും നമ്മൾ ഇതിഹാസത്തിലേക്കൊക്കെ വരുമ്പോഴേക്കും ശ്രീകൃഷ്ണനൊക്കെ ഹൃദയത്തോടെ ഏറ്റവും ചേർന്ന് നിൽക്കുന്ന കഥാപാത്രമാണ്. വേദവ്യാസ ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന കഥാപാത്രത്തെ രൂപപ്പെടുത്തിയത് അത് വേദങ്ങളിൽ നിന്നാണ്. വേദങ്ങളിലെ കൃഷ്ണൻ എന്ന കഥാപാത്രത്തിൻ്റെ യുദ്ധവീരനായ ഒരു കൃഷ്ണനെ പറയുന്നുണ്ട്. അങ്കിരസിൻ്റെ വംശപരമ്പരയിൽപ്പെട്ട യുദ്ധവീരനായ ഒരു കൃഷ്ണന്റെ പരാമർശം വേദങ്ങളിൽ കാണുന്നുണ്ട്. ഉപനിഷത്തുകളിലേക്ക് വരുമ്പോഴേക്കും മധുവിദ്യയുടെ ഉപജ്ഞാതാവായ ഒരു തപസ്വിയായ കൃഷ്ണഭാവത്തെ കാണുന്നുണ്ട്. അപ്പം യുദ്ധവീരനായ കൃഷ്ണന്റെ ഭാവവും തപസ്വിയായ കൃഷ്ണന്റെ ഭാവവും ഒക്കെ സമന്വയിപ്പിച്ചുകൊണ്ട് ശ്രീകൃഷ്ണൻ എന്ന തൻ്റെ ഇതിഹാസ നായകനെ രൂപപ്പെടുത്തുമ്പോൾ വേദവ്യാസ ഭഗവാന്റെ ഉള്ളിലുണ്ടായിരുന്നത് വേദദർശനത്തെ കഥയാക്കി ആവിഷ്കരിച്ചപ്പോൾ അതിൻ്റെ നായകസ്ഥാനത്തേക്ക് ഗീതാകാരനായി, അതിൽ വേദദർശനത്തിൻ്റെ പ്രയോക്താവായി ഭഗവാൻ ശ്രീകൃഷ്ണനെ കൊണ്ടുവന്നത്, ഭഗവാന്റെ യുദ്ധവീരത്വം, ഭഗവാന്റെ നയതന്ത്രജ്ഞത്വം, ഭഗവാന്റെ ഗീതാകാരൻ എന്ന ദാർശനിക വ്യക്തിത്വം ഒക്കെ കൊണ്ടുവന്നത് വേദകാലങ്ങളിൽ നിന്നുമാണ്. ഓരോ കഥാപാത്രങ്ങളും, ദ്രൗപദിയെയും രാമായണത്തിൽ സീതയെയും ഒക്കെ ആവിഷ്കരിച്ചിരിക്കുന്നത് വേദത്തിലെ തത്വങ്ങളെ കഥയാക്കി അവതരിപ്പിക്കുകയായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഇതിഹാസ പുരാണങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്, പുരാണങ്ങളിലൂടെ കുറച്ചുകൂടി ലളിതമായി കഥകളാക്കി മനസ്സിലാക്കുന്നത് വേദത്തിൻ്റെ തത്വങ്ങൾ തന്നെയാണ്. എന്തിനായിരിക്കാം ഋഷിമാരിങ്ങനെ പല മാർഗങ്ങളിലൂടെ, കഥയാണെങ്കിൽ കഥ, ശാസ്ത്രം പഠിക്കാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ശാസ്ത്രം, ഏതെങ്കിലുമൊക്കെ മാർഗത്തിലൂടെ മനുഷ്യർ ഭാരതത്തിൻ്റെ ഈ സനാതനമായ ധാരയോട് ചേർന്ന് നിൽക്കണം, ഇതിൽ നിന്നും അകന്നു പോകരുത്. ഏതെങ്കിലുമൊക്കെ ശാഖയിൽ, ഏതെങ്കിലുമൊക്കെ ഉപശാഖയിൽ,
ഏതെങ്കിലുമൊക്കെ ചിലർ ഭക്തി കൊണ്ടായിരിക്കാം വരുന്നത്. ഭഗവത്ഗീതയിൽ പറയില്ലേ, ചതുർവിധാ ഭജന്തേ മാം ജനാ സുകൃതിനോർജുന ആർത്തോ ജിജ്ഞാസു അർത്ഥാർത്ഥി ജ്ഞാനീച്ച ഭരതർഷഭ. ചിലർ ഈ മേഖലയിലേക്ക് വരുന്നത് ആർത്തനായിട്ടായിരിക്കും. ജീവിതത്തിലെ ദുഃഖങ്ങൾക്ക്, ജീവിതത്തിലെ ദുരിതങ്ങൾക്ക് അമ്മയോട് വന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ തീരും, ദുഃഖത്തിന് പരിഹാരമുണ്ടാവുമെന്ന് കരുതിയാവും ചിലരൊക്കെ എത്തിച്ചേരുന്നത്. ആർത്തനായിട്ട് കുറച്ച് ജപിച്ചാൽ, കുറച്ച് മന്ത്രം ജപിച്ചാൽ ഒരാശ്വാസം കിട്ടും. വേദത്തിലേക്ക്, ആശയങ്ങളിലേക്ക് വന്നു ചേരുന്നത് ആർത്തനായിട്ടായിരിക്കും. മറ്റു ചിലർ വരുന്നത് ഇതിലെന്താണെന്ന് കണ്ടുപിടിക്കണം. ഇങ്ങനെ വലിയൊരു ജ്ഞാനസംഹിത ഇവിടെ ഉണ്ടെങ്കിൽ ചിലർ വിപരീത ബുദ്ധിയോടെ ആയിരിക്കും വരുന്നത്. ഇവിടെ ഒന്നുമില്ല, ഇതൊക്കെ വെറുതെ ഇങ്ങനെ പ്രഭാഷകന്മാർ വേദികളിലൊക്കെ പറഞ്ഞ് പൊക്കി വെച്ചിരിക്കുന്ന എന്തൊക്കെയോ കാര്യങ്ങളാണ്, ഇതൊക്കെ ഒന്നില്ല, ഇതൊന്ന് തെളിയിച്ചു കൊടുക്കണം എന്ന് കരുതിയായിരിക്കും വരുന്നത്. ജിജ്ഞാസുവായിട്ടാവും വരിക. നമുക്ക് പലരെയും അറിയാം. നമ്മുടെ ചെറുപ്പക്കാരുടെ തലമുറയിൽ പലരും, എൻ്റെ ഒരു വളരെ അടുത്ത സുഹൃത്തുണ്ടായിരുന്നു, അദ്ദേഹം കേരളത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളോടൊക്കെ എപ്പോഴും പറയായിരുന്നു, നിങ്ങളൊക്കെ ഈ ഭഗവത്ഗീത, ഉപനിഷത്തുകൾ എന്നൊക്കെ പറഞ്ഞ് വേറെ പണിയൊന്നുമില്ലാത്ത കുറേ പ്രായമായ ആൾക്കാർക്കൊക്കെയാണിത് നല്ലത്. നിങ്ങൾക്ക് ഈ ചെറുപ്പക്കാർ കുട്ടികൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനുഷ്യരെ അവനവൻ്റെ പണിയെടുക്കുന്നതിൽ നിന്നും തിരിച്ചുവിടരുത്. ഇത് ശാസ്ത്രത്തിൻ്റെ യുഗമാണ്. ഈ ഭഗവത്ഗീത എന്നൊക്കെ പറയുന്നത് ഏതോ കാലത്തൊരു മഹാഭാരതത്തിൽ എഴുതിയ ഒരു ചിന്ത. ഇതെന്തിനാ ഇപ്പോഴും ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വല്ലാതെ പരിഹസിക്കുമായിരുന്നു. എന്നോട് എപ്പോഴും പറയായിരുന്നു, നിങ്ങളെപ്പോലെ ഈ പുതിയ കുട്ടികളോട് സംസാരിക്കുന്നവരെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കുട്ടികളോട് പറഞ്ഞവരെ മടിയന്മാരാക്കരുത് എന്നൊക്കെ പറയായിരുന്നു. എന്തായാലും അദ്ദേഹത്തിൻ്റെ സ്വപ്ന സാഫല്യം വിദേശത്തെ വലിയ സർവകലാശാലയിൽ പഠിക്കുക, അവിടെ തന്നെ ഗംഭീരമായ ജോലികൾ നേടുക എന്നൊക്കെയായിരുന്നു. ഇപ്പോൾ വിദേശ സർവകലാശാലകളിൽ പഠിക്കുന്നത് നമ്മുടെ കുട്ടികൾക്ക് വളരെ എളുപ്പമാണ്. പക്ഷെ ഒരു 10-15 വർഷങ്ങൾക്ക് മുൻപ്, 20 വർഷങ്ങൾക്ക് മുൻപ് വലിയ സ്കോളർഷിപ്പൊക്കെ നേടിയിട്ടാണ് അദ്ദേഹത്തിന് വിദ്യാഭ്യാസം ചെയ്യാൻ പറ്റിയത്. അങ്ങനെ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ സർവകലാശാലയിൽ മാസ്റ്റേഴ്സൊക്കെ എടുത്ത് അദ്ദേഹത്തിൻ്റെ സ്വപ്ന സമാനമായ ജോലിയിൽ പ്രവേശിക്കുന്ന ആദ്യത്തെ ദിവസം വളരെ അത്ഭുതകരമായി സംഭവിച്ചത്, അദ്ദേഹത്തിൻ്റെ ടീം ലീഡർ, അദ്ദേഹം ജോയിൻ ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് ജോലി, PG കഴിഞ്ഞു, മിടുക്കനായി, ഇന്ത്യയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട അപൂർവം ചിലരിൽ ഒരാൾ, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ അസൈൻമെൻറ്റ് അദ്ദേഹത്തിൻ്റെ ടീം ലീഡറിൻ്റെ മുമ്പിൽ ചെന്നു. എവിടെയാണ് പഠിച്ചത്? ചിന്മയ വിദ്യാലയത്തിലാണ്. അപ്പോൾ നിങ്ങൾ ഭഗവത്ഗീത പഠിച്ചിട്ടുണ്ടോ? ആദ്യത്തെ ചോദ്യം. അപ്പോൾ അയാൾ പറഞ്ഞു, ഇല്ല, അതൊക്കെ വയസ്സായവരാണ് ഞങ്ങളുടെ നാട്ടിൽ പഠിക്കുന്നത്, ഭഗവത്ഗീതയൊന്നും അങ്ങനെ പഠിച്ചിട്ടില്ല. സംസ്കൃതം പഠിച്ചിട്ടുണ്ടോ? സ്കൂളിൽ 10ാം ക്ലാസ് വരെയൊക്കെ മാർക്ക് കിട്ടാൻ എളുപ്പം സംസ്കൃതമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് പഠിച്ചിട്ടുണ്ട്, അല്ലാണ്ടൊന്നും പഠിച്ചിട്ടില്ല. വേദം ഇങ്ങനെ അമ്പലത്തിലൊക്കെ പുഷ്പാഞ്ജലിയൊക്കെ കഴിക്കുമ്പോൾ, അതല്ല, വൈദികമായ ഒരു പാരമ്പര്യമുണ്ടല്ലോ, അതിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അമേരിക്കക്കാരനാണ് ചോദിച്ചതേ. ഇയാൾക്ക് അത്ഭുതമായി, ഇദ്ദേഹം എങ്ങനെയൊക്കെ ഇതൊക്കെ മനസ്സിലാക്കിയത്. നിങ്ങൾ യോഗ പരിശീലിക്കാറുണ്ടോ? കുറേ ചോദ്യങ്ങൾ ഇങ്ങോട്ട്. അപ്പോൾ ഇയാൾ പഠിച്ചു പോയ ശാസ്ത്രത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും ഒന്നും കാര്യമല്ല, ഇന്ത്യയിൽ നിന്നാണ്, കേരളത്തിൽ നിന്നാണ് എന്നറിഞ്ഞപ്പോൾ വിദേശി ഇത്തരം ചില ചോദ്യങ്ങളാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ ഇയാൾക്ക് ആകെ അത്ഭുതമായി. ഇവിടെ വന്നിട്ട് നമ്മുടെ നാട്ടിൽ നിന്നും ഒന്നുമല്ല എന്ന് വിചാരിച്ച് ഇവിടെ വന്നപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങളാണല്ലോ. ഇയാൾ പറഞ്ഞു, ഇതൊന്നും എനിക്ക് പരിചയമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ അദ്ദേഹത്തിൻ്റെ ഈ വിദേശിയായ ടീം ലീഡർ അദ്ദേഹത്തിൻ്റെ മേശയിൽ നിന്നും ചിന്മയാനന്ദ സ്വാമിയുടെ വ്യാഖ്യാനത്തോടു കൂടിയ ദ ഹോളി ഗീത എന്ന പുസ്തകം എടുത്ത് മുമ്പിൽ വെച്ചിട്ട്, നിങ്ങൾ ജോലി ചെയ്യുന്ന ആദ്യത്തെ 1 മാസം നിങ്ങൾക്ക് ഞാൻ തരുന്ന ഫസ്റ്റ് അസൈൻമെൻറ്റ് 1, 2, 3 മാസം എടുത്ത് നിങ്ങളിത് വായിക്കൂ. ഇത് ഞങ്ങൾ വികസിപ്പിച്ചെടുത്ത, ഞങ്ങളുടെ കമ്പനിയുടെ അത്യന്താധുനിക സാങ്കേതിക വിദ്യയുടെ മികവിന് വേണ്ടി ഞങ്ങൾ വികസിപ്പിച്ചെടുത്ത ഞങ്ങളുടെ മാനേജ്മെൻറ്റ് ഗ്രന്ഥമല്ല. ഇത് നിങ്ങളുടെ നാട്ടിൽ നിന്നും നിങ്ങളുടെ ആശയങ്ങളുടെ സമാഹാരമായ പുസ്തകമാണ്
ഭഗവത്ഗീത. സർവോപനിഷത്തുകളുടെയും സാരം എന്ന് കരുതുന്ന പുസ്തകം 3-4 മാസം എടുത്ത് വായിച്ചോളൂ. പക്ഷേ നിങ്ങളിവിടെ ജോയിൻ ചെയ്തതിനേക്കാൾ മിടുക്കനായ, കാര്യക്ഷമതയുള്ള, കർമ്മകുശലതയുള്ള ഒരു ഉദ്യോഗാർത്ഥിയായി നിങ്ങളെ മാറ്റാൻ ഈ പുസ്തകത്തിന് സാധിക്കും. വിശ്വസിക്കൂ, എൻ്റെ അനുഭവമാണ് എന്ന് ഒരു വിദേശിയിൽ നിന്നും കേട്ട ഇവൻ പിറ്റേ ദിവസം മുതൽ വായനയായി, അന്വേഷണങ്ങളായി, ഭഗവത്ഗീതയുടെ നല്ല വ്യാഖ്യാനങ്ങൾ ഏതൊക്കെയാണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ കണ്ടപ്പോഴാണ് ഇതിൻ്റെ കാരണം അന്വേഷിച്ചത്. അപ്പോഴാണ് അറിഞ്ഞത് ദിവസവും അഗ്നിഹോത്രം ചെയ്യുന്ന ഒരു വിദേശിയാണ് ഈ ടീമിൻ്റെ ക്യാപ്റ്റൻ. അദ്ദേഹത്തെ അവർക്കെല്ലാവർക്കും വലിയ ആദരവാണ്. അദ്ദേഹത്തിൻ്റെ കർമ്മത്തിൻ്റെ, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിലെ ഒരു എഫിഷ്യൻസി കൊണ്ട് എല്ലാവർക്കും വലിയ ആദരവാണ്. അതുകൊണ്ട് അദ്ദേഹത്തോടുള്ള ബഹുമാനം കൊണ്ട് വിദേശത്തു പോയി ഭാരതീയമായ ചിന്തയോട് ആഭിമുഖ്യം വന്ന പലരെയും നമ്മുടെ അനുഭവത്തിൽ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. പറഞ്ഞു വന്നത് ഇത്രയുമേ ഉള്ളൂ. ഭാരതത്തിൻ്റെ ചിന്താധാരകളുടെ ഈ നൈരന്തര്യം അത് വേദകാലത്തു നിന്നും ആരംഭിച്ച, ഒരുപക്ഷെ ലോകത്തിലെ മറ്റൊരു സംസ്കാരത്തിലും ഇങ്ങനെ പിന്തുടരുന്ന ഒരു ചിന്താ പാരമ്പര്യം ഉണ്ടാവുകയില്ല. നമ്മളിവിടെ വേദ പാരായണം കേട്ടു. ഒരു 1000 വർഷം മുൻപോ 2000 വർഷം മുൻപോ ഒരു സമ്പ്രദായത്തിൻ്റെ അതേ സമ്പ്രദായ ശുദ്ധിയോടുകൂടിയിട്ട്, അതേ ആശയശുദ്ധിയോടുകൂടിയിട്ട്, ഒരുപക്ഷെ ഇവരിലൊക്കെ പലരും ഇന്നലെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പല ആചാര്യന്മാരും ഇവിടെ വന്നവർ. അവരൊക്കെ ഭൗതികമായ തലത്തിൽ, വിദ്യാഭ്യാസ തലത്തിലൊക്കെ ഉന്നതമായ സ്ഥാനങ്ങൾ വഹിച്ചവരാണ്. പക്ഷേ അവനവൻ്റെ പാരമ്പര്യം, അവനവൻ്റെ പൈതൃകം പിന്തുടരുന്ന അതിൻ്റെ കരുത്ത് എത്രമാത്രം വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാകും. അതിൻ്റെ കരുത്ത് രൂപപ്പെട്ടിരിക്കുന്നത് ഒരിക്കലും മാറ്റമില്ലാത്ത ചില ആശയങ്ങളിൽ രൂപപ്പെട്ടിരിക്കുന്നതാണ്. നമ്മൾ ഇന്ന് സംസാരിക്കുന്ന വിഷയം ഈ ഒരു വൈദിക പാരമ്പര്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ വൈദിക കാലത്തെ സ്ത്രീഭാവങ്ങളുടെ ആവിഷ്കാരം അത് എങ്ങനെയാണ് ഇതിഹാസങ്ങളിലൂടെ പുരോഗമിച്ചത്, അതെങ്ങനെയാണ് ഭാരതത്തിൻ്റെ സ്ത്രീ സ്വത്വത്തെ രൂപപ്പെടുത്തിയത് എന്ന ആശയമാണ്. അതിന് പ്രേരകമായിട്ടാണ്, അതിന് പശ്ചാത്തലമായിട്ടാണ് എത്രമാത്രം സജീവമായിരുന്നു, എത്രമാത്രം ആഴത്തിൽ നിലകൊണ്ടിരുന്നതായിരുന്നു ഭാരതത്തിൻ്റെ വൈദികമായ സനാതന ധർമ്മം എന്ന് നാം തിരിച്ചറിയണം. ഞാൻ കേവലം ചില കഥാപാത്രങ്ങളെയോ വൈദിക വാക്യങ്ങളെയോ പരാമർശിച്ചു പോവുകയല്ല, മറിച്ച് അതിൻ്റെ ആശയം മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ. നമുക്ക് പലപ്പോഴും വേദസാഹിത്യത്തിൽ 2-3 തരത്തിൽ സ്ത്രീഭാവങ്ങളുടെ ആവിഷ്കാരം കാണാൻ സാധിക്കും. ഒന്ന്, മന്ത്രദ്രഷ്ടാക്കളായ സ്ത്രീ വ്യക്തിത്വങ്ങൾ. നമുക്കറിയാം, വേദത്തിൽ ഋഷിയെ മന്ത്രദ്രഷ്ടാക്കൾ എന്നാണ് സൂചിപ്പിക്കുന്നത്. അവർ ദർശിച്ചതാണ് എന്ന് പറയാൻ കാരണം സനാതനമായ അറിവിനെ ഉൽപ്പാദിപ്പിക്കുവാൻ സാധിക്കുകയില്ലോ, നിർമ്മിക്കുവാൻ സാധിക്കുകയില്ലല്ലോ. അതിവിടെയുള്ള അറിവ് തന്നെയാണ്. കാരണം ഋഷിമാരുടെ പ്രപഞ്ചാന്വേഷണത്തിൻ്റെ യാത്രയിൽ പല പല ഘട്ടങ്ങളിലായി അവർ അനുഭവിച്ച, അവർ മനനത്തിലൂടെ, നിരന്തരമായ പരീക്ഷണങ്ങളിലൂടെ, ലോകാവേക്ഷണത്തിലൂടെ ഒക്കെ അനുഭവിച്ച സത്യങ്ങളെയാണ് അവർ ആവിഷ്കരിച്ചു വെച്ചത്. അതുകൊണ്ട് തന്നെ പ്രപഞ്ച സത്യങ്ങളെ ആവിഷ്കരിച്ചവർ, പ്രപഞ്ച സത്യങ്ങളെ ദർശിച്ച് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചവർ, പ്രപഞ്ച കാഴ്ച കണ്ടവർ എന്നർത്ഥത്തിലാണ്. അന്വേഷിക്കാൻ തയ്യാറായവൻ്റെ മുന്നിൽ, ആരായുവാൻ തയ്യാറായവൻ്റെ മുന്നിൽ, പ്രപഞ്ച സത്യം എന്താണ് എന്ന് ചിന്തിക്കുവാൻ തയ്യാറായവൻ്റെ മുന്നിൽ, ഭക്ഷണം കഴിക്കുക, സുഖമായി ഉറങ്ങുക, അവനവൻ്റെ കാര്യം നോക്കുക എന്ന ബാഹ്യമായ ജീവിതത്തിനപ്പുറത്ത് താൻ ഈ പ്രപഞ്ചത്തിൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് അന്വേഷിക്കാൻ തയ്യാറായ ഋഷിയുടെ മുന്നിൽ പ്രപഞ്ചം അതിൻ്റെ സത്യങ്ങൾ വെളിപ്പെടുത്തുന്നു.
അങ്ങനെ വെളിപ്പെടുത്തിയ സത്യങ്ങളെ ശ്രീനാരായണ ഗുരുദേവൻ്റെ വളരെ ലളിതമായ എന്നാൽ ആഴത്തിൽ ആശയസമ്പന്നമായ ഒരു കൃതിയുണ്ട്, ജനനീ നവരത്നമഞ്ജരി. അതിൽ ഗുരുദേവൻ പറയുന്ന ഒരു ആദ്യത്തെ ഒരു വാക്യമുണ്ട്. ആരായുകിൽ പുഴകൾ നീരായിടുന്നു, ഭണി നാരായിടുന്നു, കയറും പാരായിടുന്ന അതിനു നേരായിടുന്നുലകം ആരായികിലുണ്ടഖിലവും. ഇത് വലിയ ധ്യാനിക്കേണ്ട ഒരു മന്ത്രമാണ്. ഈ ലോകത്തിൻ്റെ സൗന്ദര്യമൊക്കെ കണ്ട്, നദി ഒഴുകുന്നതും പുഴയുടെയും പർവ്വതങ്ങളുടെയും ഒക്കെ സൗന്ദര്യം കണ്ട് വർണ്ണിച്ചു പോകുന്ന കവിഭാഷയൊന്നുണ്ട്. ഇത് നമുക്ക് വേദങ്ങളിൽ കാണാം, മനോഹരമായ വർണ്ണനകളുണ്ട്. പക്ഷേ ചിലർ ഈ പ്രപഞ്ചത്തിൻ്റെ സൗന്ദര്യത്തിൽ മാത്രം ഒതുങ്ങിയില്ല അവരുടെ അന്വേഷണം. അവരന്വേഷിച്ചു, അവർ ആരാഞ്ഞു. ഒരു പുഴയുടെ മുന്നിൽ പോയി നിന്ന് പുഴയോട് നീ ആരായിരുന്നു, നീ ആരാണ് എന്ന് ആരായാൻ തുടങ്ങിയ ആർഷപ്രതിഭകളുടെ ഋഷിപ്രജ്ഞയ്ക്കു മുന്നിൽ പുഴയുടെ നേരെ ഓതിക്കൊടുത്തു. പുഴയുടെ കഥ പറഞ്ഞു. പുഴ പറഞ്ഞു, ഞാൻ കേവലം ഒരു ഒഴുകുന്ന പുഴ മാത്രമായിരുന്നില്ല, ഞാൻ നീരാണ്, ഞാൻ ജലം എന്ന അസ്തിത്വത്തിലാണ് സത്യം. ജലത്തോടും ആരാഞ്ഞു, നീ ആരായിരുന്നു. ജലത്തിൻ്റെ ഭാവത്തെ പറഞ്ഞുകൊടുത്തു. അപ്പം പുഴയിൽ നിന്നും ജലത്തിലേക്കും, ജലത്തിൽ നിന്നും ആധുനിക ഭാഷയിൽ പറഞ്ഞാൽ അത് ഉണ്ടായിരിക്കുന്ന ഹൈഡ്രജനും ഓക്സിജനും എന്ന ഘടകങ്ങളിലേക്കും ഒക്കെ അന്വേഷിക്കുന്ന ശാസ്ത്രബുദ്ധിയെയാണ്. ആ ശാസ്ത്രബുദ്ധിക്ക് മുന്നിലാണ് പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുന്നത്. ഈ അപഗ്രഥനം ഋഷിമാർക്കുണ്ടായിരുന്നു. നിരന്തരമായ മനനത്തിലൂടെ പ്രപഞ്ച സത്യം എന്താണ് എന്ന് അന്വേഷിക്കാനുള്ള യാത്രയാണ് വേദം. വേദങ്ങളൊരു മനോഹരമായ സഞ്ചാരമാണ്, പ്രപഞ്ച സത്യം തേടിയുള്ള സഞ്ചാരമാണ്. അതിൻ്റെ വഴികളിലാണ് നാം ഈ ഋഷികമാരെയൊക്കെ പരിചയപ്പെടുന്നത്, ഈ ബ്രഹ്മവാദിനികളെയൊക്കെ പരിചയപ്പെടുന്നത്. അന്വേഷിക്കുകയായിരുന്നു ജീവിതം എന്താണ്, ജീവിതം സുഖകരമാക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്, ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ. നാം വേദമന്ത്രങ്ങൾ ഉച്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഭൗതികമായി സ്വസ്ഥമായ സുഖകരമായ സമൃദ്ധമായ ധാന്യവും ധനവും പശുവും ബഹുപുത്ര ലാഭവും തന്നുകൊണ്ട് സുഖമായി ജീവിക്കുന്നതിനുള്ള പ്രാർത്ഥനകൾ. പക്ഷെ അതിനൊക്കെ ഇടയിൽ ആരാഞ്ഞുകൊണ്ടിരുന്നു ഈ പ്രപഞ്ചം എന്താണ് എന്ന്. അങ്ങനെ ആരാഞ്ഞവൻ്റെ മുന്നിൽ വെളിപ്പെടുത്തിയ ആശയങ്ങളെയാണ് നമ്മൾ മന്ത്രങ്ങൾ എന്ന് സൂചിപ്പിക്കുന്നത്. ഈ മന്ത്രങ്ങൾ ദർശിച്ച സ്ത്രീ ഋഷിമാരുണ്ട്, സ്ത്രീഭാവത്തിലുള്ള സ്ത്രീ പ്രകൃതത്തിലുള്ള ഋഷികമാർ, ബ്രഹ്മവാദിനികൾ എന്നൊക്കെ അറിയപ്പെടുന്ന ഋഷികമാരുണ്ട്, മന്ത്രദ്രഷ്ടാക്കളായ ഋഷികമാരുണ്ട്. ഇവരെ ഒരു തരത്തിൽ വൈദിക സ്ത്രീ കഥാപാത്രങ്ങളുടെ ആവിഷ്കാരമായി നമുക്ക് കണക്കാക്കാം. ഞാൻ അതിൻ്റെ സാങ്കേതികതകളിലേക്കല്ല കടക്കുന്നത്, മറിച്ച് ഒരു ഭാരതീയ ജീവിത വീക്ഷണമുള്ള ഒരു വ്യക്തിയുടെ നമ്മുടെ ജീവിതത്തെ, പ്രത്യേകിച്ചും ഇന്നത്തെ സ്ത്രീ ജീവിതത്തെ രൂപപ്പെടുത്തിയ നമ്മുടെ പൈതൃകത്തിലേക്ക് തിരിച്ചു പോകുമ്പോൾ സ്ത്രീയുടെ രണ്ട് ഭാവങ്ങൾ, എല്ലാ തരത്തിലുള്ള ഭാവങ്ങളും ഈ കഥാപാത്രങ്ങളിലൊക്കെ നമുക്ക് കാണാം. പ്രത്യേകിച്ചും പ്രധാനപ്പെട്ട ചില പേരുകൾ സൂചിപ്പിക്കാം. നമുക്കറിയാം, വിശ്വവാര എന്ന ഒരു പ്രധാനപ്പെട്ട അത്രി പുത്രിയായ ആത്രേയി വിശ്വവാരാനാമിക ബ്രഹ്മവാദിനി ഋഷി എന്ന ഋഗ്വേദത്തിലെ മന്ത്രം, അത്രി മഹർഷിയുടെ പുത്രിയായ വിശ്വവാര എന്ന അവരുടെ അഗ്നിയോടുള്ള അതിമനോഹരമായ പ്രാർത്ഥനയുണ്ട്. അത്രിയുടെ പുത്രിയായ അപാല എന്ന ബ്രഹ്മവാദിനിയായ ഋഷിയുടെ അവർ ത്വഗ്രോഗത്തിൽ നിന്നും മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് തപസ്സു ചെയ്യുകയും ഇന്ദ്രൻ്റെ അനുഗ്രഹം കൊണ്ട് അവർക്ക് ത്വഗ്രോഗത്തിൽ നിന്നും മോചനമുണ്ടായി എന്ന് പറയുന്നു. അഗസ്ത്യനോടുള്ള ലോപാമുദ്രയുടെ പ്രാർത്ഥനയുണ്ട്, മനോഹരമായ പ്രാർത്ഥന. രോമശയുടെ ഭർത്താവിനോടുള്ള പ്രാർത്ഥനയുണ്ട്. കക്ഷീവതി ഘോഷ എന്ന
ബ്രഹ്മവാദിനിയായ ഋഷിയുടെ അശ്വനി ദേവകളോടുള്ള പ്രാർത്ഥനയുണ്ട്. വളരെ പ്രസിദ്ധമായ, നമ്മൾ വിവാഹ സൂക്തം എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ സവിതാവിൻ്റെ പുത്രിയായ സാവിത്രിയുടെ പ്രാർത്ഥനയുണ്ട്. അവൾ ദർശിച്ച മന്ത്രങ്ങളുണ്ട്. ഉർവശിയുടെ, നമുക്കറിയാം, ലോകസാഹിത്യത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ പ്രണയകഥ ആരംഭിക്കുന്നത് ഋഗ്വേദത്തിലാണ്. ഉർവശിയുടെയും പുരൂരവസിൻ്റെയും, ഉർവശിയുടെ പുരൂരവസിനോടുള്ള പ്രാർത്ഥനയുണ്ട്. ഇന്ദ്രാണിയുടെ പ്രാർത്ഥനകളുണ്ട്. കാമായനിയുടെ, ശ്രദ്ധയുടെ, പൗലോമി ശചിയുടെ, സർപ്പരാജ്ഞിയുടെ ഒക്കെ പ്രാർത്ഥനകളുണ്ട്. അങ്ങനെ മന്ത്രദ്രഷ്ടാക്കളായ ധാരാളം ഋഷികമാരെ നമുക്ക് കാണാൻ സാധിക്കും. ഇവരിൽ പലരുടെയും, വൈദികമായ പല ഋഷികമാരുടെയും പ്രാർത്ഥനകളുടെ അന്തരാർത്ഥം സ്ത്രീകളുടെ സ്വാഭാവികമായ കുടുംബത്തിൻ്റെ, തന്നോടൊപ്പം ചേർന്നിരിക്കുന്നവരുടെ, തൻ്റെ കുടുംബത്തിൻ്റെ സ്വസ്ഥത, സുഖം, ശാന്തി, ശാന്തമായ ജീവിതം, ഇതൊക്കെയായിരുന്നു പ്രാധാന്യത്തോടെ കൽപ്പിച്ചിരുന്നത്. അപ്പൊ നമുക്കിവിടെ മനസ്സിലാകും, ഇത് കേവലം സ്ത്രീകൾ എന്ന നിലയിലുള്ള വ്യക്തികളല്ല, മറിച്ച് ഇതിൽ പലതും സ്ത്രൈണം എന്ന ഭാവമാണ്. സ്ത്രൈണ ഭാവങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. ഒരേ സമയം ഒരു കുടുംബം എന്ന് പറയുന്ന, അത് ഏറ്റവും ചെറിയ ഘടകമാണ്. ഒരു കുടുംബം എന്ന സംവിധാനത്തെ സ്നേഹം കൊണ്ട്, വാത്സല്യം കൊണ്ട്, കരുതൽ കൊണ്ട് ചേർത്തു പിടിക്കുന്നതിനുള്ള ഒരു കരുത്ത് സ്ത്രീക്കുണ്ട്. വളരെ പ്രസിദ്ധമായ ആരണ്യാനി എന്ന വനദേവതയുടെ ഒരു മന്ത്രമുണ്ട് ഋഗ്വേദത്തിൽ. വനദേവതയെക്കുറിച്ച് വർണ്ണിക്കുമ്പോൾ അവിടുത്തെ എല്ലാ ജീവികളെയും, എല്ലാ ജീവജാലങ്ങളെയും ചേർത്തു കൊണ്ടുപോകുന്ന, അവിടേക്ക് മരം വെട്ടാനായി വരുന്ന വേട്ടക്കാരനു പോലും അവിടെ സ്വസ്ഥമായി ശയനം അനുവദിക്കുന്ന, ആ വനത്തിലെ ആ വൃക്ഷങ്ങളെ മുഴുവനും ചേർത്തു നിർത്തുന്ന ഒരു ദേവതാ സാന്നിധ്യമായിട്ടാണ് ആരണ്യാനി ദേവതയെ കരുതുന്നത്. അപ്പോൾ അന്തർധാരയായി സ്ത്രീഭാവങ്ങളെ പ്രതിനിധീകരിച്ചിരിക്കുന്ന വൈദിക സൂക്തങ്ങളുടെ മുഴുവൻ പ്രത്യേകത, സ്ത്രൈണം എന്നതിനെ ഭാരതം എങ്ങനെ നിർവചിച്ചു എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സ്ത്രൈണം എന്നതിൻ്റെ ഏറ്റവും ആദ്യത്തെ ഭാരതീയമായ നിർവചനം ഈ ചേർത്തു പിടിക്കുക, കൂട്ടിച്ചേർക്കുക, വിഘടിച്ചവരെ ഒരുമിപ്പിച്ചു നിർത്തുക, പല ഭാവങ്ങളിലേക്ക് പോയവരെ ചേർത്തു നിർത്തുക എന്ന ആശയമായിരുന്നു. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രം വിവാഹ സൂക്തത്തിൽ നമ്മൾ ചൊല്ലുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മന്ത്രമാണ്. ഇന്നും വിവാഹങ്ങൾ നടക്കുമ്പോൾ അതിൻ്റെ ഭാവം അറിഞ്ഞുകൊണ്ട് ആ ആവേശത്തോടു കൂടിയിട്ട് ആ മന്ത്രം ചൊല്ലിയാൽ വിവാഹം എന്ന് പറയുന്ന ഏറ്റവും പവിത്രമായ ഒരു കർമ്മത്തിൻ്റെ ഭാഗമാകുന്നതിലൂടെ ഒരു ധർമാചരണത്തിന് ഒരു പതിയും പത്നിയും സ്വയം സമർപ്പിതരാവുകയാണ്. കേവലം രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള സൗഹൃദമോ, കേവലം രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സൗഹൃദമോ അല്ല വിവാഹം എന്നത്, മറിച്ച് അതൊരു വലിയ ആശയമാണ് എന്ന് മനസ്സിലാകും. ഇങ്ങനെയാണ് ഭാരതത്തിലെ സ്ത്രീഭാവങ്ങൾ രൂപപ്പെട്ടത്. ഞാൻ ഈ പറഞ്ഞ മന്ത്രദ്രഷ്ടാക്കളായ സ്ത്രീകളുടെ മന്ത്രങ്ങളിൽ നിന്നൊക്കെയുള്ള ആശയങ്ങളെ സമാഹരിച്ചാൽ സ്ത്രീഭാവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായ ചേർത്തു പിടിക്കുക, വിഘടിപ്പിക്കുന്ന മനസ്സുകളെ, പരസ്പരം കലഹിക്കുന്ന മനസ്സുകളെ, പരസ്പരം വിരുദ്ധ ധ്രുവങ്ങളിലുള്ള മനസ്സുകളെ ചേർത്തു നിർത്തുന്ന ഭാവമാണ് വൈദിക സ്ത്രീയുടെ അന്തസത്തയായി ഈ പ്രാർത്ഥനകളിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് എന്ന് നമുക്ക് കാണാം. വേദത്തിൻ്റെ ആശയങ്ങളെ, സ്ത്രീ ആശയങ്ങളെ മുഴുവൻ കടഞ്ഞെടുത്താൽ വേദചിന്ത സ്ത്രീക്കു നൽകുന്ന സമാദരണീയമായ ഒരു സംജ്ഞയുണ്ട്. നമ്മൾ എല്ലാ മന്ത്രങ്ങളും പരിശോധിക്കേണ്ട ആവശ്യമില്ല. ഒരൊറ്റ വാക്കിലൂടെ, ഒരൊറ്റ സംജ്ഞയിലൂടെ വേദം ഭാരതത്തിലെ സ്ത്രീയെ എങ്ങനെയാണ് നോക്കിക്കണ്ടിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് ഋഗ്വേദത്തിലെ സൂര്യാസാവിത്രിയുടെ വിവാഹം വർണ്ണിക്കുന്ന, നമ്മളിപ്പോൾ വിവാഹ സൂക്തം എന്ന് പറയുന്ന ഭാഗത്ത് സ്ത്രീയെ ഋഗ്വേദം വിശേഷിപ്പിച്ചിരിക്കുന്നത്
സമ്രാജ്ഞി എന്ന പദം കൊണ്ടാണ്. നമുക്കറിയാം, സമ്രാജ്ഞി ശ്വശ്വരേവ, സമ്രാജ്ഞി ശ്വശ്രാംഭവ, നനാദരി, സമ്രാജ്ഞി ഭവ, സമ്രാജ്ഞി അധിദേവൃഷു എന്ന സൂക്തം പ്രസിദ്ധമായ. നോക്കൂ, ഭർത്തൃപിതാവിങ്കൽ, ഭർത്തൃമാതാവിങ്കൽ, ഭർത്തൃ സഹോദരിമാരിൽ, അതായത് ഒരു കുടുംബത്തിൽ, അത് വിശാലമായ അർത്ഥത്തിൽ ഒരു സമൂഹത്തിൽ. ഒരു കുടുംബം ഒരു സമൂഹത്തിൻ്റെ ഏറ്റവും ചെറിയ യൂണിറ്റ് ആണല്ലോ. ആ കുടുംബത്തിൽ ഒരു വധു, ഒരു പെൺകുട്ടി, ഒരു സ്ത്രീ പരിചയപ്പെടുന്ന അവളുടെ ബന്ധങ്ങൾ എന്ന് പറയുന്നത് ആദ്യഘട്ടത്തിൽ ഭർത്തൃമാതാവ്, ഭർത്തൃപിതാവ്, സഹോദരിമാര് തുടങ്ങിയവരായിരിക്കും. അതിൻ്റെ വിശാലമായ തലത്തിൽ അവർ കുടുംബം എന്ന ചെറിയ വ്യവസ്ഥയിൽ നിന്നും സമൂഹം എന്ന വലിയ വ്യവസ്ഥയിലേക്ക് വരുന്നു. അവിടെയൊക്കെ ഭാരതം സ്ത്രീയെ നിർവചിച്ച ഏറ്റവും തേജോമയമായ ഒരു വാക്ക് സമ്രാജ്ഞി എന്ന വാക്കായിരുന്നു. അതിന് രണ്ട് തലത്തിൽ അർത്ഥം വ്യാഖ്യാനിക്കാമെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഒന്ന്, രഞ്ജിപ്പിക്കുന്നവൾ, പരസ്പരം വിഘടിച്ച മനസ്സുള്ള, പരസ്പരം രണ്ട് ധ്രുവങ്ങളിലായ, പരസ്പരം കലഹത്തോടെ ഇരിക്കുന്ന, അത് രണ്ട് വ്യക്തികളെ ആയാലും, രണ്ട് കുടുംബങ്ങളെ ആയാലും, രണ്ട് സമൂഹങ്ങളെ ആയാലും, രണ്ട് രാഷ്ട്രങ്ങളെ ആയാലും, സ്ത്രീ നേതൃസ്ഥാനത്തേക്ക് വന്നാൽ ഒരു കുടുംബത്തിൻ്റെ, വാസ്തവത്തിൽ ഒരു കുടുംബത്തിൻ്റെ നേതൃത്വം എന്ന് പറയുന്നത് കുടുംബത്തിലെ സ്ത്രീയിലാണ്. അമ്മയാണ് ഒരു കുടുംബത്തെ നയിക്കുന്നത്. ഞാനതിനൊരിക്കലും സ്ത്രീ എന്ന ശരീരം മാത്രമല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. സ്ത്രീ എന്നാൽ സ്ത്രീ പുരുഷൻ എന്ന രണ്ട് വിഭാഗത്തെ അല്ല ഉദ്ദേശിക്കുന്നത്. സ്ത്രീ മനസ്സാണ് ഒരു കുടുംബത്തെ ആത്യന്തികമായി നയിച്ചുകൊണ്ടിരിക്കുന്നത്. ആ നയിക്കുന്ന സ്ത്രീക്ക് സമ്രാജ്ഞി എന്നൊരു ഭാവമുണ്ട്. പരസ്പരം കലഹിക്കുന്നവരുണ്ടാവാം, അവിടെ രണ്ട് ധ്രുവങ്ങളിൽ ജീവിക്കുന്നവരുണ്ടാകാം, ഒരിക്കലും സംസാരിക്കാത്തവരുണ്ടാകാം, നമ്മളോട് കലഹിച്ചു വരുന്നവരുണ്ടാകാം. പക്ഷേ ഭാരതം ഒരു പെൺകുട്ടിയെ വധു എന്ന ഭാവത്തിൽ ഒരു കുടുംബ ജീവിതത്തിൻ്റെ ഭാഗമാക്കി തീർക്കുമ്പോൾ അവൾ സമ്രാജ്ഞി എന്ന പദത്തിലേക്ക് മാറുകയാണ്. അവിടെ കലഹങ്ങൾ ഉണ്ടാക്കുന്നവളല്ല സ്ത്രീ, അവിടെ പരസ്പരം മനസ്സുകളെ വിഘടിപ്പിക്കുന്നവളല്ല സ്ത്രീ. മറിച്ച് ഭാരതം സ്ത്രീക്കു നൽകിയ സമ്രാജ്ഞി എന്ന പദം ഏറ്റവും യുക്തമായ പദമാണ്. ഇത് പറഞ്ഞുകൊണ്ടാണ് നീ വധു, മകളെ, നീ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ കുടുംബത്തിൻ്റെ സമ്രാജ്ഞിയായിരിക്കൂ, ആ കുടുംബത്തെ രഞ്ജിപ്പിക്കുന്നവളായിരിക്കൂ. ഇതെല്ലാ തലത്തിലും പ്രസക്തമാണ്. ഒരു രാജ്യത്തിൻ്റെ നേതൃത്വം, ഒരു സമൂഹത്തിൻ്റെ നേതൃത്വം ഒരു സ്ത്രീയുടെ കൈകളിലേക്ക് വന്നാൽ, നമ്മൾ പവർ എന്ന് പറയുന്ന ഒരു ആശയമുണ്ട്. അത് ആധുനിക സമൂഹം, ആധുനിക ചിന്തകൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നതാണ്. ഗൃഹ്യസൂത്രങ്ങളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പവർ റിലേഷൻഷിപ്സ് എങ്ങനെയാണ് ഒരു കുടുംബത്തിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. പുരുഷന്റെ പവർ എപ്പോഴും അധികാരത്തിൻ്റെ പവറാണ്, അല്ലെങ്കിൽ പൗരുഷമായ പവർ. ഞാൻ പുരുഷൻ എന്നതുകൊണ്ട് ഒരിക്കലും മെയിൽ ഫീമെയിൽ വർഗീകരണമല്ല ഉദ്ദേശിക്കുന്നത്. പൗരുഷമായ പവറിൻ്റെ പ്രത്യേകത അത് അധികാരത്തിൻ്റെ പവറാണ്, സമ്പത്തിൻ്റെ പവറാണ്. പക്ഷേ മാതൃത്വം എന്ന പവറിൻ്റെ പ്രത്യേകത അത് സമ്രാജ്ഞി എന്ന ഭാവത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഒരു കുടുംബത്തെ വൈകാരികമായി സമന്വയിപ്പിച്ചു കൊണ്ടുപോകാൻ, വൈകാരികമായി ഒരു കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉള്ള സംരാജ്ഞിത്വവുമായിട്ടാണ് ഒരു കുടുംബം എന്ന സംവിധാനം ഭാരതത്തിൻ്റെ ഋഷി പാരമ്പര്യമനുസരിച്ച് നമ്മൾ ആരംഭിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ആശിസ്സോട് കൂടിയിട്ട് സമ്രാജ്ഞി ഭവ എന്ന ആശിസ്സോട് കൂടിയിട്ട് അയക്കുന്നത്. മറ്റൊരു ഭൗതികാർത്ഥം ശ്രീ മഹാരാജ്ഞി എന്ന് നമ്മൾ ദേവിയെ സൂചിപ്പിക്കാറുണ്ട്. ഓരോ കുടുംബത്തിലും ദേവിയുടെ പ്രതീകമായിട്ടാണ്. ശ്രീരാമകൃഷ്ണദേവൻ ശാരദാദേവിയെ ഷോഡശി പൂജ ചെയ്തു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അമ്മ എന്ന് പറയുന്ന ദേവിയുടെ പ്രതീകമായിട്ടാണ് ഒരു കുടുംബത്തിൽ സ്ത്രീഭാവങ്ങളുള്ളത്. അത് പൂജിക്കാൻ മാത്രമുള്ളതല്ല, അത് തീരുമാനങ്ങൾ എടുക്കുന്നതിൽ, ഒരു കുടുംബത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ, ഒരു കുടുംബത്തിൻ്റെ വൈകാരികമായ യാത്രയിലൊക്കെ രാജ്ഞി
എന്ന ഭാവത്തിൽ, ആ കുടുംബത്തെ നിയന്ത്രിക്കുന്നവൾ എന്ന ഭാവത്തിൽ സമ്രാജ്ഞി എന്ന പദം പ്രസക്തമായിത്തീരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ആശയം, വിവാഹം കഴിക്കുന്ന അല്ലെങ്കിൽ കുടുംബം, വിവാഹം എന്നത് ഭൗതികമായ, കേവലം ഭൗതികമായ അർത്ഥത്തിൽ എടുക്കരുത്. ഒരു കുടുംബം എന്ന സംവിധാനം തുടങ്ങുന്ന ഒരു സന്ദർഭത്തിൽ അഘോരചക്ഷുരപതിഗ്നേധി ശിവാപശുഭ്യ സുമനാസുവർച്ച. എന്തൊരു വലിയ ആശയമാണ് ആ മന്ത്രത്തിലൂടെ. വീരസു. ഇനിയോ ആശയം മാത്രം ഞാൻ സൂചിപ്പിക്കാം. അഘോരചക്ഷുസ്സായിരിക്കൂ. ഇതൊരു സ്ത്രീയുടെ വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും കാതലായ അംശമാണ്. അഘോരചക്ഷുസ്സായിരിക്കൂ. ധ്യാനിക്കേണ്ട മന്ത്രമാണിത്. ഒരു പെൺകുട്ടിയോട് അച്ഛനും ബന്ധുക്കളും ഒക്കെ ചേർന്ന സമൂഹം അവളോട് പറയുകയാണ്, നിന്റെ കണ്ണുകളിൽ ക്രൂരത ഇല്ലാതിരിക്കൂ, നീ ഘോരചക്ഷുസ്സല്ലാതിരിക്കൂ, നിന്റെ കണ്ണുകളിൽ സ്നേഹമുണ്ടാകട്ടെ, നിന്റെ കണ്ണുകളിൽ ആർദ്രതയുണ്ടാകട്ടെ, നിന്റെ കണ്ണിൽ വാത്സല്യമുണ്ടാകട്ടെ, നിന്റെ കണ്ണിൽ കാരുണ്യമുണ്ടാകട്ടെ, നിന്റെ കണ്ണിൽ ആ കുടുംബത്തെ മുഴുവനും, ആ കുടുംബത്തിൻ്റെ വ്യഥകളെ മുഴുവനും ഇല്ലാതാക്കി തീർക്കുന്നതിനുള്ള ഒരു കരുതലിൻ്റെ ഭാവമുണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അഘോരചക്ഷു എന്ന മന്ത്രം ഉച്ചരിക്കുന്നത്. അഘോരചക്ഷുസ് എന്നതിന് മറ്റൊരു ഭാവതലം കൂടിയുണ്ട്. എപ്പോഴൊക്കെ തൻ്റെ വ്യക്തിത്വം മുറിപ്പെടുന്നുവോ, എപ്പോഴൊക്കെ സമൂഹത്തിൽ സ്ത്രീഭാവങ്ങൾ എപ്പോഴൊക്കെ വിഷമസന്ധിയിലൂടെ കടന്നു പോകുന്നുവോ, അപ്പോഴൊക്കെ ഈ അഘോരചക്ഷുസ് എന്ന വാത്സല്യഭാവത്തിൽ നിന്നും കരുതലിൻ്റെ മറ്റൊരു ഭാഗമാണ് പ്രതികരിക്കുക എന്നത്. എൻ്റെ കുട്ടിയെ ഞാൻ കരുതുന്നു, എൻ്റെ കുട്ടിയെ ഞാൻ പരിലാളിക്കുന്നു എന്ന് പറഞ്ഞാൽ അവന് നേരെ വരുന്ന പ്രശ്നങ്ങളോട് ഞാൻ ശക്തമായി പ്രതികരിക്കുന്നു എന്നാണ് അർത്ഥം. ദേവിയുടെ 2 ഭാവങ്ങളല്ലേ അത്. നമ്മൾ നവരാത്രി സമയത്ത് അമ്മയുടെ 9 ഭാവങ്ങളെ പറയുമ്പോൾ കൂഷ്മാണ്ഡ എന്നൊക്കെ പറയുന്ന പ്രപഞ്ചത്തെ മുഴുവൻ തൻ്റെ ഉള്ളിൽ ധരിച്ച, ഗർഭാവസ്ഥയിൽ ധരിച്ച ദേവിയുടെ ഭാവം പറയുന്നുണ്ട്. ഗൗരി എന്ന മനോഹരമായ ഭാവം പറയുന്നുണ്ട്. ബ്രഹ്മചാരിണി എന്ന തപസ്സിൻ്റെ ഭാവം പറയുന്നുണ്ട്. പക്ഷേ ശുംഭനിശുംഭാദികളെ സംഹരിക്കുന്ന രക്തബീജനോട് ദേവി പറയുന്നത്, സ്ത്രീത്വത്തെ അപമാനിക്കുന്നവന്, മഹിഷനോട് പറയുന്നത്, സ്ത്രീത്വത്തിനെതിരെ വാളെടുക്കുന്നവന് ഈ ലോകത്തിൽ ജീവിക്കുവാൻ അർഹതയില്ല എന്ന് പറഞ്ഞിട്ടാണ് മഹിഷന്റെ തല വെട്ടുന്നത്. അപ്പൊ അഘോരചക്ഷുസ് എന്നതിന് സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും തരളഭാവങ്ങൾ എന്ന് മാത്രമല്ല അർത്ഥം. ഇത് രണ്ടും സ്ത്രീത്വത്തിൻ്റെ ഭാവമാണ്. നിങ്ങൾ ഇടശ്ശേരിയുടെ മനോഹരമായ ഒരു കാവിലെപ്പാട്ട് എന്നൊരു കവിത ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അത് എനിക്കെപ്പോഴും അത് ദേവിയുടെ മുമ്പിൽ ഒരു മന്ത്രം പോലെ ആലപിക്കണമെന്ന് തോന്നാറുണ്ട്. അതിൽ ഇടശ്ശേരി പറയുന്ന ഒരു വരിയുണ്ട്, ശുംഭനിശുംഭാദികളെ സംഹരിച്ചോളെ സുരഭിലപ്പൂ വള്ളി പോലെ എങ്ങനെ നീ മാറി. ശുംഭനിശുംഭാദികളെ സംഹരിക്കുന്ന ഘോരമൂർത്തിയായ ഒരു ഭാവവുമുണ്ട്, എന്നാൽ സ്നേഹവാത്സല്യങ്ങളുടെ കാരുണ്യത്തിൻ്റെ ഭാവവുമുണ്ട്. അപ്പം അഘോരചക്ഷുസ് എന്ന വാക്കിന് ഒരിക്കലും കാരുണ്യം, സ്നേഹം എന്ന ലാളിത്യാർത്ഥം മാത്രമല്ല. എപ്പോഴൊക്കെ അധർമ്മമുണ്ടാകുന്നോ, എപ്പോഴൊക്കെ അസമത്വങ്ങൾ ഉണ്ടാകുന്നോ, എപ്പോഴൊക്കെ അനീതികൾ ഉണ്ടാകുന്നോ, എപ്പോഴൊക്കെ സ്ത്രീത്വം അപമാനിക്കപ്പെടുന്നുവോ, സ്ത്രീത്വം വ്യക്തിത്വം നിഷേധിക്കപ്പെടുന്നുവോ, അപ്പോഴൊക്കെ ഈ അഘോരചക്ഷുസിൽ നിന്നും കരുതലിൻ്റെ മറ്റൊരു ഭാവമായ, സംരക്ഷണത്തിൻ്റെ മറ്റൊരു ഭാവമായ പ്രതികരണം കൂടി ഉണ്ടാകേണ്ടതാണ്. നമുക്കറിയാം, പലപ്പോഴും ആധുനിക സ്ത്രീ സമൂഹത്തിലേക്ക് വിവാഹസൂക്തത്തിലെ ഈ മന്ത്രം ഗാഠമായ തലത്തിൽ ആധുനിക സ്ത്രീ സമൂഹം ഉൾക്കൊള്ളണം. കുറച്ചു കാലങ്ങൾക്ക് മുൻപ് എൻ്റെ ഒരു സുഹൃത്ത്, വേദങ്ങളിലൊക്കെ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, ഇതുപോലുള്ള കുറേ മന്ത്രങ്ങൾ എടുത്തിട്ട്, അവർ വളരെ വിരോധ ഭാവത്തിലാണ് ആ വിഷയത്തെ നോക്കിക്കാണുന്നത്.
ഇതുപോലുള്ള കുറേ മന്ത്രങ്ങൾ എടുത്ത് വേദകാലത്ത് മുഴുവൻ സ്ത്രീകളെ അടിച്ചമർത്തുകയായിരുന്നു, സ്ത്രീകൾക്ക് യാതൊരു തരത്തിലുള്ള സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയുന്ന കുറേ മന്ത്രങ്ങൾ എടുത്ത് അയച്ചു തന്നിട്ട് ഇതിൻ്റെയൊക്കെ അർത്ഥം വിശദീകരിക്കാമോ എന്ന് ചോദിച്ചു. നമുക്കറിയാം, ഏത് സമൂഹത്തിലും ഇത്തരത്തിലുള്ള സമകാലിക നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അക്കാലത്തെല്ലാം ആ കാലത്തിനു മുൻപേ നടന്ന, അഥവാ കാലത്തെ ചിന്തിക്കുവാൻ പ്രേരിപ്പിച്ച ആശയങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഇക്കാലത്ത് മാത്രമേ സ്ത്രീത്വം അപമാനിക്കപ്പെടുന്നുള്ളൂ, പീഡനങ്ങൾ ഉണ്ടാവുന്നുള്ളൂ എന്ന് നമ്മൾ ധരിക്കരുത്. എല്ലാ കാലത്തും അക്കാലത്തിൻ്റെ സാമൂഹ്യ വ്യവസ്ഥയോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള ജീവിതങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനിടയിൽ നിന്നാണ് സമ്രാജ്ഞീഭാവത്തിലേക്ക് സ്ത്രീ സ്വയം തൻ്റെ വ്യക്തിത്വം കൊണ്ട് ഉയരണം എന്ന തരത്തിലുള്ള പ്രസ്താവങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ വേദങ്ങൾ ഒരു തരത്തിൽ ജീവിതത്തിൻ്റെ യഥാതഥമായ ആവിഷ്കാരങ്ങളാകുന്നതോടൊപ്പം തന്നെ അത് പ്രതീകാത്മകമായ ആശയങ്ങൾ കൊണ്ടുകൂടി സൂചിപ്പിക്കുന്നതാണ്. അവിടെയാണ് ഈ ഒരു ഇത്തരത്തിലുള്ള ശ്ലോകങ്ങൾ നമുക്ക് മനനം ചെയ്യുമ്പോൾ എന്താണ് വൈദിക സ്ത്രീ സ്വത്വം എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇത്തരം ചില ശ്ലോകങ്ങൾ മാത്രം എടുത്തുകൊണ്ട് നമ്മുടെ മുമ്പിൽ വന്ന് കാണിക്കുന്നവരോടുള്ള മറുപടി, അതിനു മുൻപും പിൻപുമുള്ള ആശയപരമായി ഒരു സ്ത്രീയെ കരുത്തയാക്കുന്നതിന് വേണ്ടിയിട്ട്, ഒരു സ്ത്രീയുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നിർമ്മിച്ചിട്ടുള്ള ആശയങ്ങൾ കൂടി മനസ്സിലാക്കിക്കൊണ്ട് ഭൗതികമായ കാര്യങ്ങളിലുള്ള അവളുടെ ഇടപെടലെ കൂടി തിരിച്ചറിയണമെന്ന് പറയാനാണ്. അപ്പം അഘോര ചക്ഷുസ് എന്ന ഒരു ആശയം വേദങ്ങളിൽ രൂപപ്പെട്ടു വന്നത് സ്ത്രീത്വത്തിൻ്റെ ഏറ്റവും ഭാവാത്മകമായ, സ്ത്രീത്വത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ ആവിഷ്കാരം എന്ന നിലയ്ക്കാണ്. നീ പതിഘാതകിയാവാതിരിക്കൂ എന്ന് വെച്ചാൽ ഒരു കുടുംബത്തിലെ തന്നോട് ചേർന്ന് നിൽക്കുന്നവരുടെ, അത് പതിയായാലും തന്നോട് ചേർന്ന് നിൽക്കുന്നവരുടെ വ്യക്തിത്വത്തെ തൻ്റെ പ്രവൃത്തി കൊണ്ട് ഉയർത്തേണ്ടത് തൻ്റെ ഉത്തരവാദിത്തമാണ്. ഈ ആശയമാണ് വേദവ്യാസ ഭഗവാൻ ഭഗവത്ഗീതയുടെ ചിന്തയിലേക്ക് കൂട്ടിച്ചേർത്തത്. വേദവ്യാസ ഭഗവാന്റെ സ്ത്രീത്വ ദർശനം എന്താണ് എന്ന് ചോദിച്ചാൽ അത് ഭഗവത്ഗീതയിലെ സ്ത്രീത്വാദർശമാണ്. ഭഗവത്ഗീതയിലെ സ്ത്രീത്വാദർശം എന്താണ്? സ്ത്രീ എന്തായിരിക്കണം എന്നതിന് ഭഗവത്ഗീത നിർവചിച്ചത് കീർത്തി ശ്രീ വാക്ച നാരീണാം സ്മൃതിർ മേധാ ധൃതി ക്ഷമാ, 7 ഉദാത്തമായ ഗുണങ്ങളെ പറഞ്ഞു. ഈ ഗുണങ്ങളുടെ ആവിഷ്കാരമായിരിക്കണം സ്ത്രൈണം എന്ന ഭാവം. സ്ത്രീ കീർത്തി ആഗ്രഹിക്കണം. എന്നെ ആരും അറിയപ്പെടണ്ടാവോ, ഞാനിങ്ങനെയൊക്കെ ജീവിച്ചോളാം എന്നല്ല വിചാരിക്കേണ്ടത്. കീർത്തിമതിയാവണം സ്ത്രീ, സമൂഹത്തിൽ അറിയപ്പെടുന്നവരാകണം. സമൂഹത്തിൻ്റെ എല്ലായിടത്തും തൻ്റെ വ്യക്തിത്വം, തൻ്റെ ഡിഗ്നിറ്റി, തൻ്റെ വ്യക്തിത്വത്തിൻ്റെ കരുത്തുകൊണ്ട് സ്ത്രീ അറിയപ്പെടണം. ഈ അഘോര ചക്ഷുസിൽ നിന്ന് വരുന്ന ഒരു നോട്ടം മതി നമുക്കെതിരെയുള്ള പല ആക്രമണങ്ങളെയും നേരിടുവാൻ. ശക്തമായൊരു നോട്ടം മതി. അതിനാണ് ദേവീഭാവം എന്ന് സൂചിപ്പിച്ചത്. അത് സ്ത്രീയെ പൂജിച്ചുകൊണ്ട് മുകളിൽ വെച്ചുകൊണ്ടിരിക്കാനല്ല. അപ്പോ കീർത്തിമതിയാവണം, ശ്രീ ഐശ്വര്യവതിയാവണം. സ്ത്രീയുടെ വാക്കിന് വലിയ വിലയുണ്ട്. വാഗാംഭരണി എന്ന ഋഷി തന്നെയുണ്ട് നമുക്ക് വേദങ്ങളിൽ. സ്ത്രീയുടെ വാക്കിന് വലിയ വിലയുണ്ട്. മറ്റുള്ളവർക്ക് ഭാരതത്തിനൊരു വലിയ പ്രാർത്ഥനയുണ്ടായിരുന്നു. ഭാരതത്തിൽ വാക്കിൻ്റെ ഏറ്റവും പൂർണ്ണമായ വാക്ക് എന്ന് പറയുന്നത് അനുദ്വേഗകരം വാക്യം എന്നായിരുന്നു ഭഗവത്ഗീത പറഞ്ഞത്. ഞാൻ കുട്ടിക്കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട്, അച്ഛൻ ചൊല്ലി പഠിപ്പിച്ചിരുന്ന ഒരു സാധാരണ വളരെ ലളിതമായ ഒരു മലയാള കീർത്തനം ഉണ്ടായിരുന്നു. എനിക്ക് മനസ്സിൽ ഇപ്പോഴും നിൽക്കുന്ന അതിലത്തെ ഒരു വരി, ദേവിയോട് പ്രാർത്ഥിക്കുകയാണ്, ആരിലും കുറ്റങ്ങൾ കാണാതിരിക്കുവാൻ, ആരോടും നീചവാക്കൊതിടായ്വാൻ, ആർക്കും മനോദുഃഖം ഞങ്ങളായി തൊന്നായ്വാൻ, കാക്കണേ നിൻ പാദം കുമ്പിടുന്നേൻ. തായേ നമസ്കാരം എന്നാണ് പാട്ട് തുടങ്ങുന്നത്, ഈ സന്ധ്യാനാമം തുടങ്ങുന്നത്. ഒരുപക്ഷെ സംസ്കൃതമൊക്കെ പരിചയപ്പെടുന്നതിന് മുൻപ്, വേദങ്ങളോ ഉപനിഷത്തുകളോ ഒക്കെ പരിചയപ്പെടുന്നതിന് മുൻപ് ഉള്ളിൽ ഉറച്ച ഒരാശയമാണിത്.
ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, ഇതിലും മനോഹരമായ ഒരു പ്രാർത്ഥന ഞാൻ ചൊല്ലിയിട്ടില്ല, ഇതിലും മനോഹരമായ ഒരു ആശയം എൻ്റെ ഒരു പ്രാർത്ഥനയിലും വന്നിട്ടില്ല. അല്ലെങ്കിൽ തന്നെ ഇതിലും മനോഹരമായ എന്താശയമാണുള്ളത്? സമൂഹ ജീവിതത്തിൽ ഒരു വ്യക്തിയെ രൂപപ്പെടുത്തുന്നതിൽ ഇതിലും മനോഹരമായ എന്താശയമാണ് ഉണ്ടായത്? അനുദ്വേഗകരം വാക്യം എന്നതിൻ്റെ കൃത്യമായ പരിഭാഷയല്ലേ ആരിലും കുറ്റങ്ങൾ കാണാതിരിക്കുവാൻ, ആരോടും നീചവാക്കോതിടായിവാൻ, ആർക്കും മനോദുഃഖം ഞങ്ങളായി തോന്നായിവാൻ. അപ്പൊ ഇതാണ് സ്ത്രീയുടെ വാക്ക് എന്ന് പറയുന്നത്. നമുക്ക് പരമ്പരയിൽ തുടർന്നു കൊടുക്കാൻ പറ്റിയ, ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, ഒരു അമ്മയ്ക്ക് ഒരു പെൺകുട്ടിക്ക് കൊടുക്കാൻ പറ്റുന്ന, പെൺകുട്ടികൾ സമൂഹത്തിൻ്റെ ഏറ്റവും ശക്തി കേന്ദ്രങ്ങളാണ്. ഒരമ്മയ്ക്ക് ഒരു പെൺകുട്ടിക്ക് പകർന്നു കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് ഒന്ന് അമ്മയുടെ വാക്കാണ്, ഒന്ന് അമ്മയുടെ കണ്ണാണ്, അമ്മയുടെ കാഴ്ചയാണ്, ഒന്ന് അമ്മയുടെ ഹൃദയത്തിൻ്റെ ലാവണ്യമാണ്. അതിനപ്പുറത്തേ വരുള്ളൂ രുചികളും ഒക്കെ. എനിക്ക് എൻ്റെ അമ്മ ഉണ്ടാക്കണ ഭക്ഷണത്തിൻ്റെ അതേ രുചിയാണ് ഞാൻ ഉണ്ടാക്കിയാൽ എന്നൊക്കെ പറയുന്നത് പിന്നീടേ വരികയുള്ളൂ. കാലങ്ങളിലൂടെ അമ്മയ്ക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കുന്നത് സത്യവും തിന്മയും തിരിച്ചറിയാവുന്ന അമ്മയുടെ കണ്ണാണ്. അത് പകർന്നു കൊടുക്കാൻ പറ്റാതെ പോയതാണ് മഹാഭാരതത്തിലെ ഗാന്ധാരിയെ എക്കാലത്തും നമുക്ക് മുന്നിൽ പ്രതീകമാക്കി മാറ്റുന്നത്. അവർ അതിനെ മൂടി അടച്ചു കളഞ്ഞു. തൻ്റെ മക്കൾക്ക് കൊടുക്കേണ്ട സത്യത്തിൻ്റെ കണ്ണിനെ ബോധപൂർവം മൂടി അടച്ചിട്ട് തൻ്റെ മക്കളോട് ധർമ്മമുണ്ടോ അവിടെ ജയമുണ്ട് എന്ന് പറയുന്നതിൽ എന്തർത്ഥമുണ്ട്? ധർമ്മം അമ്മ കാണിക്കണം. ധർമ്മം അച്ഛനും അമ്മയും ആചരിച്ചു കാണിക്കുന്നതാണ് കുടുംബത്തിൻ്റെ ധർമ്മം. അപ്പൊ സ്ത്രീയുടെ വാക്ക്, കീർത്തി, മേധ, ധൃതി, കാര്യങ്ങൾ ധരിച്ചു വെക്കാനുള്ള കഴിവ്, ഓരോ സാഹചര്യത്തെയും മനസ്സിലാക്കി കാര്യങ്ങളെ ധരിച്ചു വെക്കാനുള്ള കഴിവ് ഒരു സ്ത്രീയിൽ സഹജമായുണ്ട്. ഇതിനെ ധ്യാനിച്ചാൽ മതി, ഇതിനെ വളർത്തിയാൽ മതി. വേദവ്യാസ മഹർഷി പറയുന്നത് സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഒരാരാധനയുടെയും ആവശ്യമില്ല. ദേവിയുടെ മുന്നിൽ വന്നു നിന്നുകൊണ്ട് തന്നിലെ ദേവിയെ എന്ന ഭാവത്തെ ഉണർത്താൻ ശ്രമിച്ചാൽ മതി. തന്നിലെ കീർത്തിയെ, തൻ്റെ വാക്കിനെ, തൻ്റെ മേധയെ, തൻ്റെ ചിന്താശക്തിയെ, തൻ്റെ ഇടപെടലിനെ, തൻ്റെ സമൂഹത്തിലുള്ള വ്യക്തിത്വത്തെ, തൻ്റെ ആദർശത്തെ, തൻ്റെ കരുത്തിനെ ഉണർത്താൻ സ്ത്രീകൾ ശ്രമിച്ചാൽ അതിലും വലിയൊരു സാധനയില്ല. ഒരു രാജ്യത്തിൻ്റെ പുരോഗതിയുടെ മാനദണ്ഡം എന്ന് പറയുന്നത് സ്ത്രീയുടെ വ്യക്തിത്വത്തിൻ്റെ, സ്ത്രീ സുരക്ഷയുടെ മാനദണ്ഡമാണ്. അതുകൊണ്ട് തന്നെ വേദകാലത്തെ സ്ത്രീഭാവങ്ങളിൽ നിന്നും നാം തിരിച്ചറിയേണ്ടത് ഒരൊറ്റ മന്ത്രത്തിലൂടെ സൂചിപ്പിച്ചാൽ സ്ത്രീയുടെ കണ്ണുകളിലുണ്ടാവേണ്ട നന്മ ഉള്ളിലെ വ്യക്തിത്വത്തിൻ്റെ പ്രതീകമാണ്. ഉള്ളിൽ കരുത്തുള്ളവർക്കേ കണ്ണിൽ വാത്സല്യം ഉണ്ടാവൂ. ഉള്ളിൽ ആത്മവിശ്വാസമുള്ളവർക്കേ കണ്ണിൽ വാത്സല്യമുണ്ടാകും. അപ്പോൾ കണ്ണിലെ വാത്സല്യം എന്ന് പറയുന്നത്, കണ്ണിലെ അഘോരത എന്ന് പറയുന്നത്, കണ്ണിലെ ക്രൂരതയില്ലായ്മ എന്ന് പറയുന്നത് ഉള്ളിലെ കരുത്തിൻ്റെ പ്രതീകമാണ്. അതുകൊണ്ട് ക്ഷേത്രത്തിൽ വരുമ്പോൾ, വേദപാരായണങ്ങളിൽ പങ്കെടുക്കുമ്പോൾ, തൊഴുത് നമസ്കരിച്ച് പ്രസാദം വാങ്ങിപ്പോകുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഈ വേദഋഷിമാർ നമ്മളോട് പറഞ്ഞു തന്നത് ക്രൂരതയില്ലാത്ത കണ്ണുകളോടുകൂടി പ്രപഞ്ചത്തെ നോക്കൂ, സ്നേഹത്തോടെ, അപരനോട് ആദരവോടെ, അപരനോട് ബഹുമാനത്തോടുകൂടി ജീവിക്കൂ എന്ന് മാത്രമാണ്. പതിഘാതകിയാവാതിരിക്കൂ. പതിയുടെ, കുടുംബത്തിൻ്റെ, സമൂഹത്തിൻ്റെ, സംസ്കാരത്തിൻ്റെ, പൈതൃകത്തിൻ്റെ, സനാതനധർമ്മത്തിൻ്റെ കരുത്തുറ്റ വക്താക്കളായി നമ്മുടെ ഓരോ പ്രവൃത്തിയും, അവിടെ പതിഘാതകി എന്നതിന് ഭർത്താവ് എന്ന കേവലാർത്ഥമല്ല, പതി എന്നതൊരാശയമാണ്. അതുകൊണ്ട് തന്നെ പാതിവൃത്യം എന്ന് പറഞ്ഞാൽ ഭാരതത്തിൻ്റെ സങ്കല്പത്തിൽ എൻ്റെ ഭർത്താവ് മാത്രമാണ് ദൈവമെന്ന് വിചാരിക്കുന്ന വളരെ സങ്കുചിതമായ അർത്ഥമല്ല. അവിടെ തുടങ്ങുന്നു അത്. പക്ഷെ വിശാലമായ അർത്ഥത്തിൽ പാതിവൃത്യം എന്നത് സ്ത്രീ ജീവിതത്തിൽ സ്വീകരിക്കുന്ന സത്യനിഷ്ഠ എന്ന വ്രതമാണ്, ധർമാചരണം എന്ന വ്രതമാണ്. അവിടെ പതി എന്നത് ഒരു വ്യക്തിയല്ല, മറിച്ച് സനാതനധർമ്മത്തിൻ്റെ ഒരാശയമാണ്. ഈ ആശയത്തോട് സ്ത്രീ കടപ്പെട്ടിരിക്കുന്നു.
ഈ ആശയത്തോട് നമ്മൾ യോജിച്ചു നിൽക്കുന്നു എന്നതാണ് പാതിവ്രത്യം എന്നതിലൂടെ സൂചിപ്പിക്കുന്നത്. ഇനിയോ ഒരു വളരെ ആശയസമ്പന്നമായ ഒരു വാക്ക് ഈ ആശയം ഈ മന്ത്രത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. ശിവാപശുഭ്യ സുമനാസുവർച്ച. ഈ ഭർതൃഗൃഹത്തിലെ ജീവജാലങ്ങൾക്ക് പോലും, മൃഗങ്ങൾ, നമ്മൾ വീട്ടിലൊക്കെ തമിഴ് കുടുംബങ്ങളിലൊക്കെ കോലമിടുന്ന ചടങ്ങില്ലേ, അത് ജീവികൾക്ക്, ഉറുമ്പിന് നമ്മളുടെ ഭൂതയജ്ഞത്തിൻ്റെ ഭാഗമാണ്. ഒരു ഗൃഹസ്ഥൻ അനുഷ്ഠിക്കേണ്ട ഭൂതയജ്ഞത്തിൻ്റെ ഭാഗമാണ്. നാം അമ്മമാര് ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആദ്യം കാക്കയ്ക്ക് കൊടുക്കുന്ന ഒരു രീതിയുണ്ട്, ജീവജാലങ്ങൾക്ക് കൊടുക്കുന്ന ഒരു രീതിയുണ്ട്, ജീവികൾക്ക് മുഴുവനും ഭക്ഷണം കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. ഇതൊരു സ്ത്രീയുടെ വീട്ടിൽ വരുടെ അതിഥിക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. നമ്മൾ മഹാഭാരതത്തിലെ ഗൃഹസ്ഥയുടെ കഥ കേട്ടിട്ടില്ലേ? 10-12 വർഷം വേദാഭ്യാസം മുഴുവൻ പൂർത്തിയാക്കിയ ഒരു ബ്രഹ്മചാരി, അദ്ദേഹത്തെ ഉപരിപഠനത്തിന് വേണ്ടി ഗുരുനാഥൻ അയച്ചത് കാശിയിൽ 2 പേരുടെ അടുത്തേക്കാണ് പറഞ്ഞയച്ചത്. കാശിയിൽ ഒരു ഗൃഹത്തിൽ പോവുക, അവിടെ ഒരു സ്ത്രീയുണ്ട്, അവരെ കാണുക. ഇപ്പോൾ വലിയ വിദുഷിയായിരിക്കുമെന്ന് വിചാരിച്ച അദ്ദേഹം ചെന്നത്. അപ്പോൾ അവരൊരു ഗൃഹസ്ഥയായിരുന്നു, ഭർത്താവിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ എൻ്റെ വയസ്സായ ഭർത്തൃമാതാവിനെയും പിതാവിനെയും സംരക്ഷിക്കുകയാണ്, ബ്രഹ്മചാരി പുറത്ത് നിൽക്കൂ എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം വിചാരിച്ചു, ഈ 12 വർഷം വേദാധ്യയനമൊക്കെ കഴിഞ്ഞ് ജ്ഞാനിയായ എന്നോട് പുറത്ത് നിൽക്കാൻ കൽപ്പിക്കുന്നോ? ഈ സ്ത്രീ വന്നപ്പോഴേക്കും ഈ ബ്രഹ്മചാരി ഒന്ന് രൂക്ഷമായി നോക്കി. ആ സ്ത്രീ പറഞ്ഞു, നിങ്ങൾ നോക്കിയാൽ തളർന്നു പോകുന്ന, നേരത്തെ നിങ്ങളൊരു തലയിലൊരു പക്ഷി കാഷ്ടിച്ചപ്പോൾ അയാളെ നോക്കി ആ പക്ഷി താഴെ വീണ് മരിച്ചു പോയില്ലേ, ഭസ്മമായി പോയില്ലേ, അതുപോലെ നിങ്ങൾ നോക്കിയാൽ ഭസ്മമാകുന്ന ആ പക്ഷിയല്ല ഞാൻ. അപ്പോൾ ഈ ബ്രഹ്മചാരി വിചാരിച്ചു, ഈശ്വര, കുറച്ചു മുമ്പ് എൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവം ഈ സ്ത്രീ എങ്ങനെ അറിഞ്ഞു? അപ്പം ഈ സ്ത്രീ പറഞ്ഞു, എൻ്റെ പാതിവ്രത്യം, എൻ്റെ ആശയങ്ങളോടുള്ള, എൻ്റെ സനാതന ധർമ്മത്തോടുള്ള നിഷ്ഠയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വ്രതം. ആ സ്ത്രീയിൽ നിന്നാണ് ഈ ബ്രഹ്മചാരി വേദാധ്യയനാനന്തരം ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പാഠം പഠിച്ചത്. ആ സ്ത്രീയിൽ നിന്നും ആ സ്ത്രീ പറഞ്ഞയച്ചത് കാശിയിൽ, വാരാണസിയിൽ ധർമ്മവ്യാധൻ്റെ അടുത്തേക്കാണ്, ഇറച്ചിവെട്ടുകാരൻ്റെ അടുത്തേക്കാണ്. അപ്പോൾ ഭാരതത്തിൻ്റെ ആർഷ സംസ്കൃതി എത്ര വിപുലമാണ് എന്ന് ആലോചിച്ചു നോക്കൂ. ഇവിടെ ഋഷി സൂചിപ്പിക്കുന്നത്, ഭർതൃഗൃഹത്തിലെ നാൽക്കാലികൾക്ക് പോലും, അവിടുത്തെ ജീവജാലങ്ങൾക്ക് പോലും നിന്റെ സാന്നിധ്യം കൊണ്ട് ആശ്വാസമുണ്ടാകട്ടെ. എന്തൊരു ഉദാത്തമായ സങ്കല്പമാണ്. ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ അവിടുത്തെ മനുഷ്യരെ മാത്രമല്ല, അഥവാ ഒരു സമൂഹം എന്ന് പറഞ്ഞാൽ അവിടുത്തെ മനുഷ്യരെ മാത്രമല്ല ഋഷി ഉദ്ദേശിച്ചത്, അവിടുത്തെ ജീവജാലങ്ങൾക്ക് പോലും ആശ്വാസമുണ്ടാകാൻ നമ്മളുടെ സാന്നിധ്യം കൊണ്ട് സാധിക്കണം എന്ന ആർഷ പ്രാർത്ഥനയാണ് വേദങ്ങളിൽ നിന്നും കാലത്തെ അതിജീവിച്ച് മുന്നോട്ട് വരുന്നത്. കാലം തച്ചുമാച്ച, കാലം ഉടച്ചു കളഞ്ഞ പല ചിന്തകളും കാലഹരണപ്പെട്ടു പോയിട്ടുണ്ടാകാം. പക്ഷേ ആശയപരമായി വേദങ്ങളിൽ നിന്നും നാം എടുത്തുകൊണ്ടു പോരേണ്ടത് നമ്മളുടെ സാന്നിധ്യം കൊണ്ട്, നമ്മളുടെ വാക്കുകൊണ്ട്, നമ്മളുടെ പെരുമാറ്റം കൊണ്ട്, നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ കരുത്തുകൊണ്ട് കൂടെ നിൽക്കുന്ന മനുഷ്യർക്ക് മാത്രമല്ല, ജീവികൾക്ക് പോലും ഹിതമുണ്ടാകണേ എന്ന വലിയൊരു പ്രാർത്ഥന. ഇതുതന്നെയാണ് പിൽക്കാലത്ത് സാഹിത്യകൃതികളിലേക്കും ഇതിഹാസങ്ങളിലേക്കും ഒക്കെ പകർന്നത്. ഈ ഒരു പ്രാർത്ഥനയാണ്. പിന്നീട് വേദത്തിൽ നാം നേരത്തെ പറഞ്ഞതുപോലെ ഈ ആശയത്തെ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് പോകാം. പ്രതീകങ്ങളായ കഥാപാത്രങ്ങളുണ്ട്. ഇപ്പം വാക്കിനെ പോലെ, അതിഥിയെപ്പോലെ, യമിയെപ്പോലെ, ഉഷസ്സിനെ പോലെയൊക്കെ പ്രതീക കഥാപാത്രങ്ങളുണ്ട്. അന്നത്തെ കാർഷിക വൃത്തിയെ സൂചിപ്പിക്കുന്ന, ഉഴവുചാലിനെയൊക്കെ സൂചിപ്പിക്കുന്ന, കൃഷിയെ സൂചിപ്പിക്കുന്ന കഥാപാത്രങ്ങളുണ്ട്. വിഷ്പലയെപ്പോലെയൊക്കെയുള്ള യുദ്ധവീരകളായ കഥാപാത്രങ്ങളുണ്ട്. മുദ്ഗലായനിയെ പോലെയുള്ള യുദ്ധം ചെയ്ത് ഇന്ദ്രൻ്റെ സേനാനായകനായി ആയിരക്കണക്കിന് പേരെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ചു തുടങ്ങിയ വദ്രിമതിയെ പോലെയുള്ള യുദ്ധവീരകളായ കഥാപാത്രങ്ങളുണ്ട്. ശാശ്വതിയെ പോലെയുള്ള കഥാപാത്രങ്ങളുണ്ട്. ഇങ്ങനെ വൈദിക സ്ത്രീ സത്തകളുടെ ആവിഷ്കാരത്തിലൂടെ കടന്നു പോകുമ്പോൾ
വേദം നൽകിയ സ്ത്രീ ആവിഷ്കാരങ്ങളിൽ കഥാപാത്രങ്ങളുണ്ട്, പ്രതീകങ്ങളുണ്ട്, മന്ത്രദ്രഷ്ടാക്കളായ സ്ത്രീകളുണ്ട്. ഇവരിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത് സ്ത്രൈണം എന്ന് പറഞ്ഞാൽ, ഫെമിനിറ്റി എന്ന് പറഞ്ഞാൽ, സ്ത്രീത്വം എന്ന് പറഞ്ഞാൽ നമ്മൾ ആധുനിക കാലത്ത് രൂപപ്പെട്ട സ്ത്രീ ആവിഷ്കാര സിദ്ധാന്തങ്ങളെപ്പോലെ കേവലം പ്രതികരണത്തിനു വേണ്ടിയും നിലനിൽപ്പിനു വേണ്ടിയും രൂപപ്പെട്ട സ്ത്രീ സിദ്ധാന്തങ്ങളല്ല, മറിച്ച് കാതലായി വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്ന, സ്ത്രീ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്ന ആശയങ്ങളാണ് വേദങ്ങളിലൂടെ നമുക്ക് പകർന്നു തരാനുള്ളത്. അതുകൊണ്ട് തന്നെ വേദസത്രത്തിൽ പങ്കെടുക്കുമ്പോൾ, വൈദിക മഹായാഗത്തിൽ പങ്കെടുക്കുമ്പോൾ ഒരിക്കലും സ്ത്രീ എന്ന ഭാവം ഒരിക്കലും വേദങ്ങളിൽ നിഷേധിക്കപ്പെട്ടിട്ടില്ല. സ്ത്രീയുടെ കുടുംബ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ, സ്ത്രീയുടെ കരുതലിൻ്റെ പ്രാർത്ഥനകൾ, സ്ത്രീയുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്ന സമ്രാജ്ഞി ഭാവത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ, സ്ത്രീയുടെ ആന്തരിക വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്ന അഘോരചക്ഷുസായിരിക്കൂ എന്ന് തുടങ്ങിയ ആഹ്വാനങ്ങൾ, ഇതൊക്കെ പിന്നീട് നമുക്ക് ബ്രാഹ്മണങ്ങളിലേക്കും സ്മൃതികളിലേക്കൊക്കെ വരുമ്പോൾ ഒരു കറുത്ത കാലം നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. അത് ചരിത്രത്തിൽ നമുക്കറിയാം. പക്ഷേ അതിൽ നിന്നല്ല നമ്മൾ പാഠം ഉൾക്കൊള്ളേണ്ടത്. അതിനെ കാലം തന്നെ തുടച്ചു നീക്കിയിട്ടുണ്ട്, അതിനെ കാലം തന്നെ ഇല്ലായ്മ ചെയ്തിട്ടുണ്ട്. പക്ഷേ കാലം ഇല്ലായ്മ ചെയ്യാത്ത, കാലം കടഞ്ഞെടുത്തു നമുക്ക് തിരിച്ചു തന്ന വൈദിക സ്ത്രീ പാരമ്പര്യം എന്ന് പറയുന്നത് സ്ത്രീ രൂപപ്പെടേണ്ടത് തൻ്റെ ആത്മവിശ്വാസം കൊണ്ടാണ്. സ്ത്രീ രൂപപ്പെടേണ്ടത്, സ്ത്രീ സ്വത്വം രൂപപ്പെടേണ്ടത് തൻ്റെ ആത്മവീര്യം കൊണ്ടാണ്. അതുകൊണ്ടാണ് വേദവ്യാസൻ തൻ്റെ നായികയെ അഗ്നിയിൽ നിന്നുത്ഭവിച്ചവൾ, യാജ്ഞസേനി, യജ്ഞത്തിൻ്റെ അഗ്നിയിൽ നിന്നുത്ഭവിച്ചവൾ, പ്രകൃതിയിൽ നിന്നാണ്, അഗ്നിയിൽ നിന്നാണ് ഉണ്ടായത്. രാമായണത്തിൽ നായികയെ ഭൂമിയിൽ നിന്നും ഉഴവുചാലിൽ നിന്നും ഉണ്ടായവൾ. നായിക എപ്പോഴും പ്രകൃതിയുടെ ഭാവമാണ്. അതുകൊണ്ട് പ്രകൃതിയും മണ്ണും സ്ത്രീയും എക്കാലത്തും സംരക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. ആ സംരക്ഷണം സ്ത്രീ വ്യക്തിത്വങ്ങളെ സംബന്ധിച്ചിടത്തോളം അവനവനിൽ നിന്നു തന്നെ ആവണം. അതുകൊണ്ട് തന്നെ ദേവീ സമീപത്ത് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ, വേദയാഗശാലയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ വേദം പറഞ്ഞ സ്ത്രീഭാവങ്ങൾ അഘോരചക്ഷുസിൻ്റെ സ്ത്രീഭാവമായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ഉള്ളിൽ ക്രൂരതയില്ലാത്ത ശാന്തിയുടെ കണ്ണുകൾ എനിക്കുണ്ടാകണേ. ഞാൻ ഇടപെടുന്നവർക്ക് മുഴുവനും ആശ്വാസം കൊടുക്കുന്ന മനോഭാവം എനിക്കുണ്ടാവണേ. വീടിനും സമൂഹത്തിനും രാജ്ഞിയായി, രഞ്ജിപ്പിക്കുന്നവളായി, അവരുടെ ഇടയിൽ വിദ്വേഷത്തിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും വിത്ത് വിതയ്ക്കാനുള്ള ഭാവം മാറി രഞ്ജിപ്പിക്കുന്ന ഭാവത്തിൽ എന്നെ പരിവർത്തനപ്പെടുത്തണേ എന്ന ഭാവമാണ് സ്വയം പ്രാർത്ഥിക്കേണ്ടത്. ഒപ്പം ആധുനിക സമൂഹം വേദത്തിൽ നിന്നും ഉൾക്കൊള്ളേണ്ടതും സ്ത്രീയെ ബഹുമാനിക്കുന്ന, സ്ത്രീയെ ആദരിക്കുന്ന, അത് ഭാരതത്തിനൊരു പുതിയ ചിന്തയൊന്നുമല്ല. ഇത്ര ശതമാനം കൊടുത്തുകൊണ്ടോ, രാഷ്ട്രീയ വേദികളിൽ ഇത്ര ശതമാനം കൊടുത്തുകൊണ്ടോ അല്ല നമ്മൾ സ്ത്രീ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തിയത്. സ്വാഭാവികമായും കരുത്തുകൊണ്ട് നേടിയെടുക്കുകയായിരുന്നു. രാജ്ഞീഭാവം ഉൾക്കരുത്തുകൊണ്ട് നേടിയെടുക്കുകയായിരുന്നു. അപ്പോൾ ഉൾക്കരുത്തിൻ്റെ, അതിന് ഭൗതികമായ സാഹചര്യങ്ങളും അനിവാര്യമാണ്, സമൂഹം ചെയ്തു കൊടുക്കുന്ന വ്യവസ്ഥകളും അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു ഉൾക്കരുത്തിൻ്റെ സ്ത്രീഭാവത്തെ രൂപപ്പെടുത്താനാണ് വേദങ്ങൾ ആത്യന്തികമായി ശ്രമിച്ചത്. അതിനുള്ളിലുള്ള എല്ലാ കാലം കൂട്ടിച്ചേർത്ത ചിന്തകളെയും, അത് സമൂഹത്തിൻ്റെ പുരോഗതിക്ക് ഉതകുന്നതല്ലെങ്കിൽ കാലം തന്നെ ഇല്ലാതാക്കിയിട്ടുണ്ട്. പക്ഷെ കാലത്തെ അതിവർത്തിച്ചും നിലനിൽക്കുന്ന വൈദിക പാരമ്പര്യം, സജീവമായ വൈദിക പാരമ്പര്യത്തിൽ നിന്നും നമുക്ക് ഉൾക്കൊള്ളേണ്ടത് ഇതുതന്നെയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു ആശയം പ്രാർത്ഥിക്കേണ്ടത് ഭാവങ്ങളെയാണ്. എൻ്റെ ഉള്ളിൽ നിറയുന്ന ഭാവങ്ങൾ, എൻ്റെ ഉള്ളിൽ നിറയുന്ന സ്നേഹവും വാത്സല്യവും കാരുണ്യവും ഒക്കെ കൂടുതൽ കൂടുതൽ ജ്വലിപ്പിച്ചു തരണേ എന്ന പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ സാധന. എനിക്ക് സ്വത്ത് തരണേ, എനിക്ക് സമ്പത്ത് തരണേ എന്ന പ്രാർത്ഥനയ്ക്കപ്പുറത്ത് എൻ്റെ ഉള്ളിലെ ആർദ്രമായ ഭാവങ്ങളെ ജ്വലിപ്പിക്കണേ എന്ന സാധന കൂടി
ഒരു തരത്തിൽ ആധ്യാത്മിക ജീവിതത്തിലേക്കുള്ള തുടക്കമാണ്. അതിനുള്ള ഒരു പ്രേരണയാവണം നമുക്ക് ക്ഷേത്ര ദർശനവും യാഗങ്ങളിൽ പങ്കെടുക്കുന്നതും വേദജപത്തിൻ്റെ ഭാഗമാകുന്നതും ഒക്കെ ആ സാധനയുടെ ഭാഗമാകണം. അമ്മയുടെ സന്നിധിയിൽ വന്നിരുന്ന്, അമ്മയുടെ തേജോമയമായ ഈ രൂപത്തിന് മുന്നിൽ വന്നിരുന്നു കൊണ്ട് ഈ ലോകത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും തരാൻ കഴിവുള്ള ഒരു ഈശ്വര സന്നിധിയിൽ വന്നിരുന്ന് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ വികാസത്തിനു കൂടി വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ്, ലോകത്തിന് പ്രയോജനകരമായ രീതിയിൽ എന്നെ മാറ്റണേ എന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് നാം ഈ സമൂഹത്തിൽ ജീവിക്കുവാൻ ഏറ്റവും വലിയ യോഗ്യരായിത്തീരുന്നത്. അതിനൊക്കെ ഉള്ള തുടക്കമാകട്ടെ നമ്മുടെ ഈ ഒത്തുചേരൽ എന്നാഗ്രഹിച്ചുകൊണ്ട് എല്ലാ സജ്ജനങ്ങൾക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.